Hi everyone, let's start the question discussion. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 31st നടന്ന നമ്മുടെ JEE Mainന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈവനിങ് സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നു, എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻ്റെയും സൊല്യൂഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. സെക്ഷൻ എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 31st ക്വസ്റ്റ്യൻ ലോസ് ഓഫ് മോഷൻ ചോദിച്ചിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലായി കാണും. നിങ്ങൾ ഏത് മെത്തേഡിൽ ഇത് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായി കാണും. വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പല പേപ്പറിലും കണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഇപ്പോൾ 2 മാസുകൾ പുള്ളി സിസ്റ്റമാണ്. ഓക്കെ, നമുക്കിവിടെ മാസുകൾ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ചോദിച്ചിരിക്കുന്ന റേഷ്യോ ഓഫ് മാസസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. M1 ഗ്രേറ്റർ ദാൻ ആണ് M2 എന്നങ്ങ് അസ്യൂം ചെയ്യാം അല്ലെ. M1 ഗ്രേറ്റർ ദാൻ ആണ് M2 എന്നങ്ങ് അസ്യൂം ചെയ്യാം. M1 ഗ്രേറ്റർ ദാൻ ആണ് M2 എന്നങ്ങ് അസ്യൂം ചെയ്യാം. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നോക്കാം. M1 ഗ്രേറ്റർ ദാൻ M2 എന്ന് അസ്യൂം ചെയ്യാം. കാരണം അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കുവാണെങ്കിൽ നമുക്കറിയാം M1ൻ്റെ വെയിറ്റ് ഡൗൺവേർഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. M1ൻ്റെ വെയിറ്റ് ഡൗൺവേർഡ് ആയിട്ട് വരുന്നുണ്ട്. M1G അതുപോലെ M2ൻ്റെ വെയിറ്റ് ഡൗൺവേർഡ് M2G. യെസ്, അപ്പം നെറ്റ് പുള്ളിംഗ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നെറ്റ് പുള്ളിംഗ് ഫോഴ്സ് M1G മൈനസ് M2G ആണ്. നമുക്ക് ആദ്യം സിസ്റ്റത്തിൻ്റെ ആ കോമൺ ആക്സിലറേഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ദ കോമൺ ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം ഈസ് ഈക്വൽ ടു വാട്ട്സ് ദ എക്സ്പ്രഷൻ ഫോർ കോമൺ ആക്സിലറേഷൻ? വി നോ ദ നെറ്റ് പുള്ളിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് പുൾഡ് അല്ലേ. ഏത് മാസാണ് പുള്ള് ചെയ്യുന്നത് അതുകൊണ്ട് നെറ്റ് പുള്ളിംഗ് ഫോഴ്സിനെ ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് ദി ആക്സിലറേഷൻ. വാട്ട്സ് ദ നെറ്റ് പുള്ളിംഗ് ഫോഴ്സ്? M1G minus M2G. Okay, M1G minus M2G divided by the mass pulled M1 plus M2. സ്ട്രൈറ്റ് ആയിട്ട് കിട്ടി. ഈ ഒരു ആക്സലേഷൻ എത്രയാണെന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നു, കണ്ടോ? G/h. എ ലൈറ്റ് സ്ട്രിങ് ആണ്, പാസിംഗ് ഓവർ എ സ്മൂത്ത് ലൈറ്റ് ഫിക്സഡ് പുള്ളിയാണ്, കണക്റ്റഡ് ടു ബ്ലോക്ക് മാസസ് M1 M2 ആണ്. ആക്സലേഷൻ ഓഫ് ദി സിസ്റ്റം ഗിവൺ G/8 തന്നിരിക്കുന്നു. ഓക്കെ, എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ കാണുമ്പോൾ തന്നെ വായിച്ച് നോക്കുക, ഒരു ഐഡിയ ഉണ്ടാക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ദി മാസസ് നമുക്ക് നോക്കാം. അപ്പോൾ ആക്സലേഷൻ തന്നിട്ടുണ്ടല്ലോ. ആക്സലേഷൻ A ഈസ് ഈക്വൽ ടു G/h. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു G/h. രണ്ട് സൈഡിലും കോമൺ ആയിട്ട് നമ്മുടെ G ഉണ്ട്. എന്തായി പോയി? ക്യാൻസൽ ആയി പോയി അല്ലേ. കറക്റ്റ് ആയിട്ട് കിട്ടി. ദാറ്റ് ഈസ് M1 മൈനസ് M2 ഈസ് ഈക്വൽ ടു M1 മൈനസ് M2 M1 മൈനസ് M2 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2. M1 പ്ലസ് M2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ 8 അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്. 8M1 മൈനസ് 8M2 ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ടേംസുകൾ അടുപ്പിച്ച് എഴുതി കഴിഞ്ഞ് 8M1 മൈനസ് M1 7M1 വന്നു ലെഫ്റ്റ് സൈഡിൽ. 8M2 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 9M2 ആയി. The question is ratio of masses. നമുക്ക് M1 by M2 കണ്ടുപിടിച്ച് നോക്കാം. M1 by M2 is equal to M1 by M2 is equal to what we get? 9/7. M1 by M2 is equal to what we get? 9/7. Which option is correct one? Option 1. എല്ലാവരും മനസ്സിൽ ചെയ്തു വെച്ച ആൻസർ ശരിയാണല്ലോ, ഒരു തെറ്റുമില്ല അല്ലേ. എന്താ കിട്ടിയിരിക്കുന്നത്? 9/7, ഓപ്ഷൻ 1. Move to the next question. ഓക്കെ, നമുക്കെന്നാൽ 32 ക്വസ്റ്റ്യൻ 32 നോക്കാം. സിമ്പിളാണ്. നമ്മുടെ മൂവിങ് ചാർജസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മാഗ്നറ്റിസത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. നോക്കാം നമുക്ക്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ആക്സ് അലോങ് പോസിറ്റീവ് y ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ആക്സ് അലോങ് പോസിറ്റീവ് y ഡയറക്ഷൻ. പോസിറ്റീവ് y ഡയറക്ഷൻ ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് വെക്റ്റർ ആസ് B ഈസ് ഈക്വൽ ടു 2 into 10⁻³ J cap. പോസിറ്റീവ് y ഡയറക്ഷൻ. റെക്റ്റാങ്കുലർ ലൂപ്പാണ്. സൈഡ് 20ഉം 10ഉം വിത്ത് കറണ്ട് 5 ആംപിയർ. ഓക്കെ, ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് ആയിക്കോട്ടെ, സർക്കുലർ ലൂപ്പ് ആയിക്കോട്ടെ, ഏത് ലൂപ്പാണല്ലോ അതൊരു ഡൈപ്പോളാണ്, മാഗ്നറ്റിക് ഡൈപ്പോളാണ്. അതിൻ്റെ മൊമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. കറണ്ട് ഇൻറ്റു ഏരിയ എടുത്താൽ മൊമെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് മൊമെൻറ്റ് M ഈസ് ഈക്വൽ ടു കറണ്ട് ഈസ് 5 ആംപിയർ ആൻഡ് ഏരിയ റെക്റ്റാങ്കുലർ ലൂപ്പ് ആകുമ്പോൾ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുക്കാം. ലെങ്ത് 20, ബ്രെഡ്ത്ത് എത്രയാണ്? 10 ഇൻറ്റു 10⁻² -2 ഇൻറ്റു -2 -4 വന്നു അല്ലേ.
മൊമെൻ്റ് അവിടെ നിൽക്കട്ടെ, ഞാൻ ഡേറ്റ ഒന്ന് എഴുതി പോയെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് ചെയ്ത് പൊയ്ക്കോണം. എങ്ങനെയുണ്ട് നോക്കുക. അപ്പോൾ 2 ഡേറ്റകൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു, ഫീൽഡും മൊമെൻറ്റും. ഇത് YZ പ്ലെയിനിലാണ് നമ്മുടെ ആ ഒരു റെക്റ്റാങ്കിൾ ലൂപ്പ് ഇരിക്കുന്നത്. ഓക്കെ. കറണ്ട് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസ് വിത്ത് റെഫറൻസ് ടു നെഗറ്റീവ് എക്സ് ആക്സിസ്. നെഗറ്റീവ് എക്സ് ആക്സിസിൻ്റെ റെഫറൻസിൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിൻ്റെ റെഫറൻസിലോ അത് ക്ലോക്ക് വൈസ് ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ടോർക്ക്. അപ്പോൾ ഞാൻ ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് തന്നെയാണ് ടോർക്കാണ് കണ്ടുപിടിക്കുന്നത്. ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു വിനോ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി എന്നാണ് അല്ലേ വെക്ടർ ഫോം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോർക്ക് വെക്ടർ ഫോമിൽ ഇതുപോലെ കണ്ടുപിടിക്കണമെങ്കിൽ മൊമെൻറ്റും ഫീൽഡും വെക്ടറായിട്ട് വേണം. നമുക്കിപ്പോൾ ഫീൽഡ് വെക്ടർ ഫോമിൽ അറിയാം, മൊമെൻ്റ് അറിയാമെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നിരിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തു. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് ആയിട്ട് ഇങ്ങനെ എടുത്തു. ഈ ഒരു ക്വസ്റ്റിനകത്ത് ഫീൽഡ് അവർ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ വൈയുടെ പോസിറ്റീവ് ഡയറക്ഷൻ. ലൂപ്പ് റെക്റ്റാങ്കുലർ ലൂപ്പ് ഇരിക്കുന്നത് YZ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? YZ പ്ലെയിനിൽ. YZ പ്ലെയിനിലാണ് ലൂപ്പ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ലൂപ്പ് ഇരിക്കുന്നത്. YZ പ്ലെയിനിലാണ് ലൂപ്പ് ഇരിക്കുന്നത് അല്ലേ. കറണ്ട് ഫ്ലോയുടെ കാര്യം ശ്രദ്ധിക്കണം. ഈ ലൂപ്പ് ഇരിക്കുന്ന ഈ ഒരു പ്ലെയിനിലാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ വെക്ടർ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. ഏരിയ വെക്ടറിലൂടെയാണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ വരിക. എക്സാക്റ്റ് ആയിട്ട് ഡയറക്ഷൻ വേണേൽ കറണ്ട് എങ്ങോട്ടാണെന്ന് നോക്കണം. ദ കറണ്ട് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസ് വിത്ത് റെഫറൻസ് ടു നെഗറ്റീവ് ഇസഡ് ആക്സിസ്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇസഡ് ആക്സിസിൻ്റെ റെഫറൻസിൽ ഇതല്ലേ നെഗറ്റീവ് ഇസഡ് ആക്സിസ് അല്ല, നെഗറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, നെഗറ്റീവ് എക്സ് ആക്സിസിൻ്റെ റെഫറൻസിൽ ഈ കറണ്ട് ഈ ലൂപ്പിൽ എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരാൾ ഈ ലൂപ്പിലേക്ക് നോക്കിയാൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ. ഇവിടെ നിന്ന് ഒരാൾ ഈ ലൂപ്പിലേക്ക് നോക്കിയാൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ. അങ്ങനെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണത്? ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ കറണ്ട് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസ് വിത്ത് റെഫറൻസ് ടു നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പം പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് സെൻസ് ആണ്. ഇവിടെ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് സെൻസ്. സോ കറണ്ട് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്, ക്ലോക്ക് വൈസ്. അപ്പോൾ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ടോർക്ക് വേണമെങ്കിൽ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ വേണം. എങ്ങനെയാണ് നമ്മളൊരു ലൂപ്പിൽ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? മൊമെൻ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ? സൗത്ത് പോൾ സൈഡിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ് മൊമെൻ്റ് അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ ലൂപ്പിൽ ഇവിടെ ഈ ഫേസിൽ കറണ്ട് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇത് സൗത്ത് ആണ്, അതിൻ്റെ അപ്പുറത്ത് നോർത്ത് ഉണ്ട്. അപ്പോൾ മൊമെൻ്റ് നേരെ ഉള്ളിലോട്ട് അങ്ങോട്ടാണ് വരുന്ന ഡയറക്ഷൻ. അത് എളുപ്പം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ ഈ ലൂപ്പ് അറിയാമല്ലോ, ഇസഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് എക്സ്, ഇത് വൈ, ഇസഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ലൂപ്പ് കാണിച്ചിരിക്കുന്ന ലൂപ്പ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എക്സ്, ഇത് വൈ, ഇസഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ലൂപ്പ് ഈ പ്ലെയിനിൽ YZ പ്ലെയിനിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ലൂപ്പിൽ കറണ്ട് ഇവിടെ നോക്കുമ്പം ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നോക്കുക. കറണ്ട് ഒഴുകുന്ന ആ ഒരു ഡയറക്ഷൻ കേൾഡ് ഫിംഗേഴ്സ് കൊണ്ടുപോവുക. കറണ്ട് ഒഴുകുന്ന ആ ഡയറക്ഷനിൽ കേൾഡ് ഫിംഗേഴ്സ് കൊണ്ടുപോകുമ്പം തമ്പ് നേരെ ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. തമ്പാണ് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് തരുന്നത് അല്ലേ. കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനിൽ കേൾഡ് ഫിംഗേഴ്സ് കൊണ്ടുപോകുമ്പോൾ തമ്പ് നേരെ ഇങ്ങോട്ടാണ്. തമ്പ് മൊമെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഈ ലൂപ്പിൻ്റെ മൊമെൻറ്റ് നമുക്ക് കിട്ടി. ലൂപ്പിൻ്റെ മൊമെൻറ്റ് എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലാണ് കിട്ടുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ഇത് ഇങ്ങോട്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് വരും. മൊമെൻറ്റ് വെക്ടറും ഫീൽഡ് വെക്ടറും പെർപെൻഡിക്കുലർ ആണ്. ഫീൽഡ് വെക്ടർ Y ആക്സിസിലും മൊമെൻറ്റ് വെക്ടർ എക്സ് ആക്സിസിലും പെർപെൻഡിക്കുലർ ആണ്. ടോർക്ക് ഏറ്റവും മാക്സിമം ആണ്. ടോർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. മൊമെൻറ്റ് M, മാഗ്നിറ്റ്യൂഡ് ഒന്നുകൂടി എഴുതാം. ഇത് 100 വരും, ഇത് 1000 ആവും, ശരിയല്ലേ. 5 × 20 100, 100 ഇൻറ്റു ഇവിടെ 10 ഉണ്ട്, അത് 1000 ആയി. അപ്പോൾ 10⁻⁻4 ഇൻറ്റു 10⁻³ 10⁻⁻11. മൊമെൻറ്റ് വെക്ടർ ആക്കുമ്പം
അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. സോ മൈനസ് ഐ ക്യാപ്. Now we get torque. Torque is equal to m cross b. Now we get m minus 10 raised to minus 1 I cap cross 2 into 10 raised to minus 3 j cap. I cross j വരും. I cross j എന്ന് പറയുമ്പോൾ അത് k ആണ്. I cross j k ആണ്. 2 into minus ഉണ്ട്. 2 into 10 raised to minus 4 വരും. I cross j k വരും. Minus 2 into 10 raised to minus 4 വരും. Minus 2 into 10 raised to minus 4 k cap. Minus 2 into 10 raised to minus 4 k cap. Minus k cap ആണ് ഡയറക്ഷൻ. Minus k cap എന്ന് പറയുമ്പോൾ ഇസഡിൻ്റെ നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ our answer is option 2. 2 into 10 raised to minus 4 ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക്. ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ അറിയാമല്ലോ. 2 into 10 raised to minus 4 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് along negative z direction. Option 2 along negative z direction. Okay, move to the next question. Simple question 32 answer option 2. Question number 33 എത്താം. സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് നോക്കാം. The measured value of length of a simple pendulum is 20 cm with 2 mm accuracy. The time for 50 oscillation was measured to be 40 seconds with 1 second resolution. From this measurement, the accuracy in the measurement of acceleration due to gravity is n percentage. The value of n is, that's a question. The value of n is. നോക്കാം. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എറേഴ്സിൽ നിന്ന് കാണുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ വളരെ ക്വിക്കായിട്ടൊന്ന് നോക്കുക എങ്ങനെ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാം. എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? നമുക്ക് നോക്കാം. The measured value of length of a simple pendulum is 20 cm. Okay, length of the pendulum is 20 cm. With the 2 mm accuracy means least count. അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ലീസ്റ്റ് കൗണ്ട് ആയിട്ട് എടുക്കാം. ലീസ്റ്റ് കൗണ്ട് വി റൈറ്റ് ലീസ്റ്റ് കൗണ്ട് ആസ് എറർ ഡെൽറ്റ എൽ. ലീസ്റ്റ് കൗണ്ടിനെ പെർമിസിബിൾ മീൻ അബ്സല്യൂട്ട് എറർ ആയിട്ട് എടുക്കാം, അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ ആയിട്ട് നമുക്ക് 2 mm എടുക്കാം. സെൻറ്റിമീറ്ററിലേക്ക് ഒന്ന് മാറ്റിയാൽ നല്ലതാണ്, കാരണം രണ്ടും ഒരേ യൂണിറ്റ് വരട്ടെ. 0.2 അല്ലേ, 0.2 cm. Time for 50 oscillation was measured to be 40 seconds. Time for 50 oscillations was measured to be 40 seconds. Okay, time for 50 oscillation is 40 seconds. ആ 40 സെക്കൻഡിൻ്റെ എററാണ് 1 second റെസൊല്യൂഷൻ. കാരണം 40 സെക്കൻഡ് മെഷർ ചെയ്ത ക്ലോക്കിൻ്റെ ലീസ്റ്റ് കൗണ്ട് ആണ് 1 second. അപ്പോൾ 40 സെക്കൻഡിൻ്റെ എററായിട്ട് നമ്മൾ എന്തെടുക്കാം? ആ ലീസ്റ്റ് കൗണ്ടിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ടി ആണ് നമ്മുടെ 40 second ടൈം. സോ അതിൻ്റെ എറർ ഡെൽറ്റ ടി ആയിട്ട് 1 second എടുക്കാം. The question is accuracy in the measurement of acceleration due to gravity. Acceleration due to gravity യുടെ പെർസെൻറ്റേജ് എറർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, we know time period of a simple pendulum t is equal to 2 pi root L by G. 2 pi root L by G. സ്ക്വയർ ചെയ്യാം. t square is equal to 4 pi square L by G. എന്തിൻ്റെ എററാണ് വേണ്ടേ? ജിയുടെ എറർ അല്ലേ വേണ്ടേ? അപ്പോൾ നമ്മളതിനെ ജി ഈക്വൽ ടു എന്ന് എഴുതണം. സോ വി ക്യാൻ റൈറ്റ് ജി ഈക്വൽ ടു 4 pi square L by T square. And the percentage error of G, delta G by G into 100 equal to 4 pi square constant term error 0 ആണ്. Lൻ്റെ എറർ ഡെൽറ്റ L by L into 100 plus T square ആണ് അല്ലേ? അപ്പോൾ 2 into delta T by T into 100. Correct? മൈനസ് കൊടുത്തേക്കരുത്, പ്ലസ് കൊടുക്കണം. വി കൺസിഡർ ദി മാക്സിമം പോസിബിൾ എറർ. ഓക്കെ, ഇനി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. What is delta T? Delta L. What is delta L? Delta L is 0.2 L 20 into 100 plus 2 into delta T. Delta T by T equal to delta capital T by T. അറിയാമല്ലോ. അതായത് നമുക്കറിയാം
ഈ സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഓസിലേഷൻ എടുക്കുന്ന സമയം അല്ലേ? ഇവിടെ അത് 50 ഓസിലേഷനാണ്. ഒരു ഓസിലേഷൻ്റെ സമയമാണ് ടൈം പീരീഡ് ക്യാപിറ്റൽ ടി. ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് ക്യാപിറ്റൽ ടി. അങ്ങനെയാണെങ്കിൽ n ഓസിലേഷൻ എടുക്കുന്ന സമയം സ്മോൾ ടി ഈസ് ഈക്വൽ ടു n ഇൻറ്റു ക്യാപിറ്റൽ ടി. ഈ ക്യാപിറ്റൽ ടി എന്ന് പറയാൻ 1 ഓസിലേഷൻ ടൈമാണ്. അപ്പോൾ n ഓസിലേഷൻ ടൈം ആകുമ്പോൾ n ഇൻറ്റു ടി ആണ്. സ്മോൾ ടി ഈസ് ഈക്വൽ ടു n ഇൻറ്റു ടി ആണ്. ഫ്രം this relation we get delta t by t equal to n delta t. t is equal to nt ആണെങ്കിൽ delta t is equal to n into delta t എന്ന് എഴുതാം. t is equal to nt, so delta t is equal to n into delta t. Then delta t by t is equal to delta t by t is equal to delta t by t equal to this equation, divide this equation by the first equation, t is equal to nd. Then we get delta t by t is equal to delta capital T by t. ഈ ഒരു റിലേഷൻ ഓർത്ത് വെച്ചേക്കുക. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഡെൽറ്റ ക്യാപിറ്റൽ ടി ബൈ ടിയുടെ അവിടെ ഡെൽറ്റ സ്മോൾ ടി ബൈ ടി കൊടുക്കാം. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ ക്യാപിറ്റൽ ടി, അതിൻ്റെ അവിടെ ഡെൽറ്റ സ്മോൾ ടി കൊടുക്കാം. 1 സെക്കൻഡ് ആണ്. ക്യാപിറ്റൽ ടിയുടെ അവിടെ നമുക്ക് സ്മോൾ ടി കൊടുക്കാം. അത് 40 ആണ്. ഓക്കെ, ഇൻറ്റു 100. ഇങ്ങനൊരു എക്സാമ്പിൾ NCERT ബുക്കിൽ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ എക്സാമ്പിളാണ്. ഓക്കെ, എങ്ങനെ വന്നു നോക്കിയേ. ദിസ് ഇസ് ഈക്വൽ ടു 1% ഇവിടെ വന്നു, പ്ലസ് ഇവിടെ എത്ര വന്നു നോക്കിയേ, 5% വരും. ശരിയല്ലേ? ഇവിടെ 2 വരും. 10/2 5% വന്നു. We get the answer 6%. Okay, which option is correct one? 6%. Option 3 is our answer, 6%. Okay, move to the next question. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാം. നോക്കാം. Question number 34. Force between 2 point charges Q1 and Q2 placed in vacuum at a distance r centimeter apart is F. 2 പോയിന്റ് ചാർജുകൾ Q1 Q2 r സെൻറ്റിമീറ്റർ അപ്പാർട്ട് എയറിൽ വെച്ചിരിക്കുന്നു. വാക്വത്തിൽ, എയർ ഓർ വാക്വം. അന്നേരമുള്ള ഫോഴ്സ് F ആണ്. വി നോ F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by r square. 1/4πε0 Q1 Q2 by r square. എന്താ സെക്കൻഡ് കേസ് പറയുന്നത്? ഫോഴ്സ് ബിറ്റ്വീൻ ദം വെൻ പ്ലേസ്ഡ് ഇൻ എ മീഡിയം having dielectric K is equal to 5. Dielectric K is equal to 5. Okay, the next case is Q1 Q2, these two charges separate by a distance r by 5. This is r, this distance is r by 5, and the medium is changed. Medium changes to the medium having dielectric constant K is equal to 5. ആദ്യത്തെ മീഡിയം വാക്വം എയർ ആണെങ്കിൽ, അല്ലെ വാക്വം ആണെങ്കിൽ, ഇവിടെ മീഡിയം ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 5 വരുന്ന ഒരു മീഡിയമാണ്. ഈ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണ്. K is equal to 5 ആണ്. The question is force between them, the new force between them. സിമ്പിൾ അല്ലേ? കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതി കാണിക്കാം. F dash is equal to 1/4πε0. ഒപ്പം നമ്മൾ എന്തുകൂടെ എഴുതണം? മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും കൂടെ എഴുതണം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി തന്നെയാണ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. K Q1 Q2 by the new distance is r by 5. So we write r by 5 here. r by 5-ൻ്റെ സ്ക്വയർ വരും. കറക്റ്റ് അല്ലേ? ഓക്കെ. This is equal to F dash is equal to 1/4πε0 into K യുടെ വാല്യൂ 5 ആണ്. Q1 Q2 divided by r square. ആ 5 സ്ക്വയർ ന്യൂമറേറ്ററിലോട്ട് മാറും. It become 25. Correct. 25 5
we get 5 into 1 by 4 pi epsilon 0 q1 q2 by r square. Correct? 1 by 4 pi epsilon 0 q1 q2 by r square എന്താ ആദ്യത്തെ നമ്മുടെ f അല്ലേ? Then we can write f dash is equal to 5 times f. Force 5 times ആയിട്ട് increase ചെയ്തു. 5 times f. Which option is correct one? Option 2. എനിക്ക് തോന്നുന്നു ആരുടെയും തന്നെ അത് തെറ്റിയിട്ടില്ല, കൃത്യമായിട്ട് കിട്ടി. ഓപ്ഷൻ 2 is our answer. ഓക്കെ, ചെയ്തു വെച്ചത് കറക്റ്റ് അല്ലേ? Move to the next question. Question number 35, easy question. An AC voltage V is given. V is equal to 20 sin 200 pi t is applied to a series LCR circuit which drives a current is given. The average power dissipated is. The average power dissipation. What is the equation for average power in an LCR circuit or AC circuit? P average is equal to Vrms into Irms into cos phi. Vrms into Irms into cos phi. Substitute here. Power P is equal to what is Vrms? V is equal to 20 sin 200 pi t. This 20 is peak value of the applied voltage. 20 is the peak value. How we get RMS value? We know Vrms is equal to V0 by root 2 and Irms is equal to I0 by root 2. V0 is the peak value of voltage, here it is 20, and I0 is the peak value of current, here it is 10. Then we can write Vrms 20 by root 2, Irms 10 by root 2 into cos phi. Phi is the phase difference between applied voltage and current. The phase of the applied voltage is 200 pi t and the phase of the current is 200 pi t plus pi by 3. രണ്ടും സൈൻ്റെ ഫംഗ്ഷൻ ആണ്. സോ 200 pi t plus pi by 3, the phase difference is pi by 3. Okay, cos pi by 3. Cos 60. Cos pi by 3 means cos 60. Cos 60 1 by 2, 20 by root 2 into 10 by root 2 into 1 by 2. Root 2 2 into 2 4. This become 50 watt is our answer. 50 watt. Option 4. Okay, yes. Move to the next question. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, സോൾവ് ചെയ്യുന്ന മെത്തേഡ് ആലോചിച്ച് നോക്കുക, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ. പോളറൈസേഷൻ എന്നുള്ളൊരു സ്ട്രേറ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേപ്റ്റിക്സ് എന്നൊരു സെക്ഷനാണ് പോളറൈസേഷൻ. നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള സെക്ഷനാണ് അല്ലേ? മറ്റേ അതിൻ്റെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം, നമുക്ക് വായിച്ചു നോക്കാം. അതായത് ക്വസ്റ്റൻ എങ്ങനെയാണെന്ന് നോക്കി. Unpolarized light incident at an angle of 60 degree on a transparent medium. ഒരു ഗ്ലാസ് സർഫസ് ആണെന്ന് വിചാരിക്കുക, എയറിൽ നിന്നാണ്. അപ്പോൾ അതിനെന്ത് സംഭവിക്കുന്നു? റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയി. തന്നെ മനസ്സിലേക്ക് വന്നു, ബ്രൗസ്റ്റേഴ്സ് ആംഗിളിലാണ് ഇൻസിഡൻസ് അല്ലേ? ബ്രൗസ്റ്റേഴ്സ് ലോ അനുസരിച്ച് ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, റിഫ്രാക്റ്റഡ് റേ, അവർ തമ്മിലുള്ള റിലേഷനും റിഫ്ലക്റ്റർ റേ എങ്ങനെയാണ് പോളറൈസ്ഡ് ആവുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിയറി പാർട്ടി പഠിച്ച കാര്യമാണ്. അപ്പോൾ ഒരു ഗ്ലാസ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയ ആണ്, അതിലേക്ക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. നോർമൽ ലൈൻ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. ഇവിടെ അൺപോളറൈസ്ഡ് ലൈറ്റാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അതിൽ കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, റിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അറിയാവുന്ന കാര്യമാണ്. ഈ ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ = 60 ഡിഗ്രി ആണ് അല്ലേ? അറിയാമല്ലോ. ഓക്കെ,
ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രി വരുന്ന ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നു? ദ റിഫ്ലക്റ്റഡ് റേ ഈസ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. റിഫ്ലക്റ്റഡ് റേ this is refracted ray. റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആകണമെങ്കിൽ അറിയാവുന്ന കാര്യമാണ്, ഈ ആംഗിള് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വരുമ്പോഴാണ് സംഭവിക്കുന്നത് അല്ലേ. ആ ആംഗിളിൻ്റെ ടാൻ എടുത്താൽ, നമ്മൾ ബ്രൗസ്റ്റേഴ്സ് ലോ പഠിച്ചാണ്, ആംഗിളിൻ്റെ ടാൻ എടുക്കുകയാണെങ്കിൽ ഈ ഗ്ലാസ് മീഡിയത്തിൽ, ഈ രണ്ടാമത്തെ ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ന്യൂമറിക്കലി കിട്ടും അല്ലേ. ഈ ഒരു ആംഗിളിൻ്റെ ടാൻ നമ്മൾ ടാൻ 60 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഉള്ള മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഇതൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. ഇവിടെ ആകെ ചോദിച്ചിരിക്കുന്ന കാര്യം റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ മീഡിയത്തിലേക്ക് റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദിസ് ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അറിയാമെന്ന് വിചാരിക്കുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആഡ് ചെയ്താൽ കിട്ടുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അറിയാവുന്ന കാര്യമാണ്, തിയറി പറ്റി നമ്മൾ പഠിച്ചതാണ്. കംപ്ലീറ്റ്ലി പോളറൈസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത്, റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി പോളറൈസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് റിഫ്ലക്റ്റഡ് റേക്കും റിഫ്രാക്റ്റഡ് റേക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി വരും. അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ് അല്ലേ. നമ്മൾ ടാൻ മ്യൂ ഈസ് ഈക്വൽ ടു, ഇവിടെ ടാൻ മ്യൂ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, സോറി ടാൻ ഐ ഈസ് ഈക്വൽ ടു മ്യൂ ആണ്. മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? ഇവിടുന്ന് √3 കിട്ടും. അത് sin i ബൈ sin r വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ആഡ് ചെയ്യുന്ന എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ റിഫ്ലക്റ്റഡ് റേക്കും റിഫ്രാക്റ്റഡ് റേക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിളും ആഡ് ചെയ്യുന്നത് 90 ഡിഗ്രി തന്നെയാണ്. നമ്മളതിൻ്റെ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്യുന്ന 90 ഡിഗ്രി എന്നാണ് നമ്മൾ ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മളതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ഈ ഒറ്റ കാര്യം ഓർത്താൽ മതി, റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഐയും ആറും കൂടെ ആഡ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് നമുക്കറിയാം അല്ലേ. അങ്ങനെ ഐ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ആർ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ക്ലിയർ ആയോ? ഓക്കെ. Move to the next question. Question number 37. സൗണ്ട് എന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. സ്പീഡ് ഓഫ് സൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഓക്സിജൻ അറ്റ് STP വിൽ ബി അപ്രോക്സിമേറ്റ്ലി, ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ സ്പീഡ് ഓഫ് സൗണ്ട് V is equal to root gamma RT by M. എല്ലാ വാല്യൂസും കൃത്യമായിട്ട് അറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ശരിയല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഗാമ. വാട്ട്സ് ദ വാല്യൂ ഓഫ് ഗാമ? 1.4 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 8.3 is given and T STP ആണ്. T 273 കെൽവിൻ വരും. 273 ഡിവൈഡഡ് ബൈ M. ഏതാണ് നമ്മുടെ ഗ്യാസ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ, മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ അത് 32 ഗ്രാം ആണ്. 32 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോൾവ് ചെയ്തെടുത്താൽ നമ്മുടെ ആൻസർ കിട്ടും. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കുക, കൺഫേം ചെയ്യുക ഏതാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു 314 സംതിങ് ഒക്കെ വരുമായിരിക്കും അല്ലേ. അപ്രോക്സിമേറ്റ്ലി ചെയ്ത് നോക്കുക. അപ്പോൾ അതിനടുത്തുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നു അറൗണ്ട് 314 ഒക്കെ വരും ചെയ്തെടുക്കുമ്പോൾ. 314 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ അങ്ങനെ 314ൻ്റെ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് എടുക്കാനില്ല അല്ലേ. പിന്നെ ആകെയുള്ളൊരു 310 ആണ്. അപ്പോൾ നമുക്ക് 310 ചൂസ് ചെയ്യാം. പക്ഷേ 310നേക്കാൾ കുറച്ച് കൂടിയൊരു വാല്യൂ ആണ് വരിക. എനിവേ 310 നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, എക്സാക്ട്ലി 310 അല്ല, 314 വരും. 314.8 സംതിങ് വരും. അപ്പോൾ 315 ഒക്കെയാണ് നമുക്ക് റൗണ്ട് ചെയ്ത് എടുക്കാമായിരുന്നു. 315 ഓപ്ഷൻ ഇല്ല. ഇതിപ്പോൾ 310
നമുക്ക് കൊടുത്തിരിക്കുന്നു. അത് വളരെ അടുത്തതായതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മളങ്ങ് ചൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, യെസ്. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 38. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് അതിനകത്ത് ചെയ്യാനില്ല. നോക്കാം. എ ഗ്യാസ് മിക്സ്ചർ കൺസിസ്റ്റ് ഓഫ് 8 moles ഓഫ് ആർഗൺ, മോണോഅറ്റോമിക് ആണ് ആർഗൺ, അറിയാലോ. ആൻഡ് 6 moles ഓഫ് ഓക്സിജൻ, ഡയറ്റോമിക് ആണ്, ടെമ്പറേച്ചർ T. Neglecting all vibration modes, the total internal energy of the system is. എന്താണ് ഇത്തരം ഒരു സിറ്റുവേഷനകത്ത് ഇന്റേണൽ എനർജിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ? NCVT. NCVT, നമ്പർ ഓഫ് മോൾസ് CV ഇൻറ്റു T. CV നമുക്കിവിടെ 2 ഗ്യാസ് ഉണ്ട്. CV എടുക്കുമ്പോൾ 2 എടുക്കണം. CV ഫോർ ആർഗൺ, CV is equal to, for argon CV is equal to 3/2 R വരും. ശരിയല്ലേ? 3/2 R വരും. കാരണം അത് മോണോഅറ്റോമിക് ആണ്. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. സോ 3/2 R വരും. ഫോർ നെക്സ്റ്റ് വൺ ഈസ് ഓക്സിജൻ. ഫോർ ഓക്സിജൻ CV is equal to 5/2 R വരും. ഡയാറ്റോമിക് ആണ്, അത് 5/2 R വരും. രണ്ടും ആഡ് ചെയ്യുക, രണ്ടിൻ്റെ ഇൻറ്റേർണൽ എനർജി ആഡ് ചെയ്യുക. വി ഗെറ്റ് ദി ടോട്ടൽ ഇൻറ്റേർണൽ എനർജി U. ഇറ്റ്സ് ഈക്വൽ ടു, ആർഗൺ എത്ര മോളുണ്ട്? 8 moles ഉണ്ട്. അപ്പോൾ 8 ഇൻറ്റു 3/2 R ഇൻറ്റു T. കറക്റ്റ്. പ്ലസ് നെക്സ്റ്റ് നമ്പർ ഓഫ് മോൾസ് 6 ആണ്. 6 ഇൻറ്റു 5/2 R ഇൻറ്റു T. ദിസ് ഇസ് ഈക്വൽ ടു 12 RT plus 15 RT. Then it become 27 RT. 27 RT is our answer. 27 RT. Option 3. Direct ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. രണ്ടും ആഡ് ചെയ്തെടുക്കണം. പിന്നെ മാറിപ്പോകരുത്. CV രണ്ടുപേരുടെയും വാല്യൂ മാറിപ്പോകരുത്. കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, സിമ്പിളാണ് അല്ലേ? വലിയ പ്രയാസമൊന്നും തോന്നാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ കണ്ടതെല്ലാം. The resistance per centimeter of a meter bridge wire is R, with X ohm resistance in left gap, balance in length from left end 40 cm, with the 25 ohm resistance in right gap. അങ്ങനെയാണെങ്കിൽ now the wire replaced by, നമ്മുടെ ആദ്യത്തെ മീറ്റർ ബ്രിഡ്ജിൻ്റെ വയർ replaced by another wire of resistance per unit length 2R. The new balancing length for same setting will be at, അതാണ് ക്വസ്റ്റ്യൻ. ന്യൂ ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് ലെഫ്റ്റ് ഗ്യാപ്പിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, റൈറ്റ് ഗ്യാപ്പിൽ മറ്റൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ദിസ് ഈസ് ദി മീറ്റർ ബ്രിഡ്ജ് വയർ ആൻഡ് ദി ബാലൻസിങ് പോയിന്റ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് എ ലെങ്ത് which length 40 cm. This is 40 cm. So this resistance is 40 into R. And the remaining length is 60, then this resistance is 60 into R. കാരണം അറിയാമല്ലോ, ആദ്യത്തെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് R ആണ് അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. ദെൻ ദിസ് ഇസ് 50 ohm ആൻഡ് ദിസ് വൺ ഈസ് എത്രയാണ്? അത് ഫസ്റ്റ് ഗ്യാപ്പിൽ X അല്ലേ? സെക്കൻഡ് ഗ്യാപ്പിൽ അത് 25 ohm. ഓക്കെ, 25 ohm. Then we can write X by 25 equal to 40R by 60R. 40R by 60R. R cancel, then it is 40 by 60. Okay, 2/3. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, the new balancing length for the same setting will be. That's the question. New balancing length for the same setting will be, എന്താ മാറ്റം വരുത്തി? Now the wire is replaced by another wire of resistance per unit length 2R. ഓക്കെ, വേറെ ഒരു മാറ്റവും നമ്മൾ വരുത്തിയില്ല. ലെഫ്റ്റ് ഗ്യാപ്പിൽ X തന്നെ, റൈറ്റ് ഗ്യാപ്പിൽ 25 തന്നെ. X 25 പുതിയൊരു വയറാണ്. വയറിൻ്റെ പ്രത്യേകത അവിടെ യൂണിറ്റ് ലെങ്തിലെ റെസിസ്റ്റൻസ് 2R ആണ്. സപ്പോസ് ദിസ് ലെങ്ത് ഈസ് L1, this length is L1, then this resistance is L1 into 2R, and the remaining length is, we know, suppose it is L2.
question is the new balancing length for the same setting will be എന്നാണ്. ഞാൻ ഈ ലെങ്ത് L2 എന്ന് എടുത്തു. നമുക്കറിയാം അത് 100 - L1 ആണ്. ഓക്കെ, L2 then this resistance is L2 into 2R. നമുക്ക് അപ്ലൈ ചെയ്യാം. ബാലൻസ്ഡ് കണ്ടീഷൻ ആണ്. അപ്പോൾ x/25 again x/25 is equal to L1 into 2R divided by L2 into 2R. വളരെ കൃത്യമായിട്ട് കാണാം. 2R ക്യാൻസൽ ആയി പോവും. ഇവിടെ R ക്യാൻസൽ ആയതുപോലെ തന്നെ. അപ്പോൾ x/25 കിട്ടി. 40/60 ഇവിടെ അത് L1/L2. വാട്ട് ഡസ് ഇറ്റ് മീൻ? L1/L2 എന്ന് പറഞ്ഞാൽ 40/60 തന്നെയാണ്. അപ്പോൾ ബാലൻസിങ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കും. ആദ്യം എന്തായിരുന്നോ ബാലൻസിങ് ലെങ്ത് വന്നിരുന്നത് ആ സെയിം ബാലൻസിങ് ലെങ്ത് തന്നെ കിട്ടും. കാരണം ഈ വയർ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ രണ്ടിടത്തും ഒരുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ L1 into 2R L2 into 2R 2R ക്യാൻസൽ ആയി പോവുകയും യാതൊരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ x1/25 തന്നെയാണ് ഇപ്പോഴത്തെ x/25. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. സോ L1/L2 40/60 തന്നെയായിട്ട് നിൽക്കും. So our answer is new balancing length for the same setting will be from left side തന്നെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫ്രം ലെഫ്റ്റ് സൈഡ് തന്നെയാണെങ്കിൽ അത് ഏതാണ് 40 cm. ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 40 നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് വായിക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും വായിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത അറിയാമല്ലോ. അപ്പം നമ്മളിപ്പം എക്സ്പ്ലനേഷനെ പറ്റി എന്തെങ്കിലും വരുന്ന രീതിയിലാണ് കൂടുതൽ ശ്രദ്ധിച്ച് വായിക്കണം. ശരിയോ തെറ്റോ എന്നുള്ള നമുക്ക് വലിയൊരു ചലഞ്ചിങ് അല്ല, നമുക്ക് ഈസി ആയിട്ടത് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, electromagnetic waves carry energy as they travel through space and this energy is equally shared by electric and magnetic field. Electromagnetic wave അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ എനർജി ഡെൻസിറ്റി 12 ε0 ആണ് അല്ലേ. 12 ഞാനിപ്പം അതിൻ്റെ എനർജി ഡെൻസിറ്റി എഴുതുവാണെങ്കിൽ നമുക്കറിയാം എനർജി ഡെൻസിറ്റി ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാത്രമായിട്ട് എനർജി ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ 12 ε0 അല്ലേ. E² ജനറലി ഉള്ള ഇക്വേഷൻ. E എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആകുമ്പം E0 sin ωt - kx വരും. അപ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പം E0² sin² ωtയുടെ ആവറേജ് വാല്യൂ ഒരു 1/2 വരും. അപ്പോൾ 1/4 വരും. അപ്പോൾ 1/4 ε0 E0² വരും. ശരിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാത്രം എനർജി ഡെൻസിറ്റി ഇതാണ്. ഇതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാത്രം എനർജി ഡെൻസിറ്റി എടുത്താൽ 1/4 B02/μ0 വരും. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഇയും ബിയും തമ്മിലുള്ള റിലേഷൻ സി വാക്വത്തിലാണെങ്കിൽ C is equal to E0/B0 ആണ്. ഈ സിക്ക് മറ്റൊരു എക്സ്പ്രഷൻ ഉണ്ട് 1/√μ0 ε0. ഈ സിയുടെ എക്സ്പ്രഷനും ഈ സിയുടെ എക്സ്പ്രഷനും യൂസ് ചെയ്താൽ യു ക്യാൻ പ്രൂവ് ദാറ്റ് UE UB ഈക്വൽ. UE ആൻഡ് UB ആർ ഈക്വൽ. അപ്പോൾ ആവറേജ് ആയിട്ട് നമ്മൾ നോക്കുമ്പം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനുള്ളിലെ എനർജി ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെ എനർജി ഡെൻസിറ്റി ഈക്വൽ ആണ്. UE ഈക്വൽ ടു UB. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എനർജി ഡെൻസിറ്റീസ് ഈക്വൽ ആണ്, അത് കറക്റ്റാണ്. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എനർജി, അത് കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2ലേക്ക് വരാം. വെൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സ്ട്രൈക്ക് എ സർഫസ് എ പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺ ദി സർഫസ്. കറക്റ്റാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു സർഫസിലേക്ക് ചെന്ന് അവിടെ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുമ്പം മൊമെൻറ്റം ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലേ. U/c ആണ് മൊമെൻറ്റം. അത് അബ്സോർബ് ചെയ്യുകയാണ് U/c, റിഫ്ലക്റ്റ് ചെയ്യുകയാണ് 2U/c വരും. U എനർജിയാണ്. അപ്പോൾ ഒരു മൊമെൻറ്റം ചേഞ്ച് അവിടെ ഉണ്ടെങ്കിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രഷർ എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ആ പ്രഷറിനെ എന്താ വിളിക്കുക? റേഡിയേഷൻ പ്രഷർ എന്നൊക്കെ വിളിക്കും. അറിയാലോ, റേഡിയേഷൻ പ്രഷർ എന്നൊക്കെ വിളിക്കും. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്, 1ഉം ശരിയാണ്. വിച്ച് ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ
2 is our answer. Both statement 1, statement 2 are correct. Option 2. Question number 41. In a photoelectric effect experiment, a light of frequency 1.5 times the threshold frequency. Threshold frequency എന്ന് പറഞ്ഞാൽ we know the minimum frequency ആണ് അല്ലേ. ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ മുകളിൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്താലേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഒരു സർഫസിൽ നടക്കുകയുള്ളൂ. ആദ്യം പറയുന്നു 1.5 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസി ഉള്ള ലൈറ്റാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. സോ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എമിഷൻ നടക്കും, നോ ഡൗട്ട്. ഓക്കെ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ. നൗ ഇഫ് ദി ഫ്രീക്വൻസി ഈസ് ഹാഫ്ഡ് എന്ന് പറഞ്ഞാൽ 1.5 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസി, അതിൻ്റെ ഹാഫ് എടുത്തു. 1.5 ടൈംസ് വി ടേക്ക് ദി ത്രഷോൾഡ് ഫ്രീക്വൻസി ആസ് µ0. അതിൻ്റെ 1.5 ടൈംസ് ആണ് ഇൻസിഡൻറ്റ് ചെയ്തത്, അതിൻ്റെ ഹാഫ് എടുത്തു ബൈ 2. അപ്പോൾ 1.5/2 എടുത്തു. 1.5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അത് ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കുറഞ്ഞു പോയി. ദിസ് ഫ്രീക്വൻസീസ് ലെസ് ദാൻ എന്തായി? ത്രഷോൾഡ് ഫ്രീക്വൻസി ആയി. 1.5 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടായിരുന്നു, ബൈ 2 എടുത്തു. സോ ദിസ് ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇൻറ്റൻസിറ്റി ഡബിളും ചെയ്തു. ഇൻറ്റൻസിറ്റി എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് വിൽ ബി. ഇൻറ്റൻസിറ്റി ഡബിൾ ചെയ്താൽ തീർച്ചയായിട്ടും ഫോട്ടോൺസിൻ്റെ എണ്ണം ഡബിൾ ചെയ്യും, എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണവും തീർച്ചയായിട്ടും കൂടേണ്ടതാണ്. പക്ഷേ ഇവിടെ നടക്കില്ല. കാരണം എന്താ? ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസി ഇല്ല. ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ താഴെയുള്ളൊരു ഫ്രീക്വൻസിയാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? 0 എന്നേ പറയാൻ പറ്റുള്ളൂ. ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ നമ്പർ എമിറ്റഡ് എത്രയാണ്? 0. സിമ്പിളാണ്, ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചിരിക്കുന്നുള്ളൂ. തെറ്റിച്ചേക്കല്ല, ഇൻറ്റൻസിറ്റി ഡബിൾ ചെയ്തു, അപ്പം ഡബിൾ ചെയ്തു എന്ന് പെട്ടെന്ന് പറയാൻ തോന്നും, പക്ഷേ ഫ്രീക്വൻസി ഹാഫ് ചെയ്തു. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോസ് ഓഫ് മോഷൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് മോഷൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ പേപ്പറിൽ കാണുന്നത് അല്ലേ. നേരത്തെ ഒരു കണക്റ്റഡ് സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇതൊരു വെഡ്ജ് ടൈപ്പ് ക്വസ്റ്റ്യൻ, സിമ്പിൾ. നോക്കാം. 42. A block of mass 5 kg placed on a rough inclined surface. ശ്രദ്ധിച്ചോണം, റഫ് സർഫസ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ µ 0.1 ആണ്. അങ്ങനെയാണെങ്കിൽ if F1 is the force required to just move the block up the inclined plane. If F1 is the force required to just move the block up the inclined plane. അപ്പോൾ ജസ്റ്റ് അപ്പ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ മൂവ് ചെയ്യിക്കാൻ വേണ്ട ഫോഴ്സ് F1 ആൻഡ് F2 ഇസ് ദി ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് പ്രിവെൻറ്റ് ദ ബ്ലോക്ക് ഫ്രം സ്ലൈഡിങ് ഡൗൺ. താഴോട്ട് സ്ലൈഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി കൊടുക്കേണ്ട ഫോഴ്സ് F2. ദെൻ ദി വാല്യൂ മോഡുലസ് F1 മൈനസ് F2 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നമുക്കങ്ങ് ചെയ്ത് പോയേക്കാം അല്ലേ. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് F1 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പം നമ്മുടെ ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കും അല്ലേ. അവൻ്റെ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഉണ്ട് അല്ലേ. വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് mg. ആ mgയുടെ ഒരു കമ്പോണൻറ്റ് സർഫസിലൂടെ ഇങ്ങനെ വരും അല്ലേ, സർഫസിന് പാരലായിട്ട് ഇങ്ങനെ വരും. ദാറ്റ് ഈസ് mg സൈൻ തീറ്റ, mg സൈൻ തീറ്റ. അടുത്തൊരു കമ്പോണൻറ്റ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് ഇങ്ങനെ വരും, അത് mg കോസ് തീറ്റ. അറിയാലോ mg കോസ് തീറ്റ. ആദ്യമായിട്ട് നമ്മുടെ ഈ ബ്ലോക്ക് എങ്ങനെയാണ്? ജസ്റ്റ് മൂവ് ദി ബ്ലോക്ക് അല്ല, ജസ്റ്റ് മൂവ് ദി ബ്ലോക്ക് അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ട ഫോഴ്സാണ് F1. F1 ഈസ് ദി ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് മൂവ് ദി ബ്ലോക്ക് അപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. mg സൈൻ തീറ്റ എന്നുള്ള ഫോഴ്സ് കൊണ്ട് താഴോട്ട് ഇവൻ സ്ലൈഡ് ചെയ്യാൻ നോക്കുമ്പം നമുക്കതിനെതിരെ ഇവനെ മുകളിലോട്ട് ജസ്റ്റ് മൂവ് ചെയ്യിക്കണം. അപ്പോൾ മുകളിലോട്ടാണ് നമ്മൾ ഇവനെ മൂവ് ചെയ്യിക്കുന്നത് അല്ലേ. ഇവനെ മുകളിലോട്ട് മൂവ് ചെയ്യിക്കുക എന്ന് പറയുമ്പം അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആ സർഫസിൽ ആ മോഷന് ഒപ്പോസിറ്റ് രീതിയിൽ എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും.
അപ്പോൾ ഈ 5 കിലോഗ്രാം ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്പോൾ എങ്ങോട്ടാണ്? താഴോട്ടാണ്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ സ്മോൾ എഫ് എന്ന് എടുത്തു, അത് താഴോട്ടാണ്. അപ്പോൾ താഴോട്ടുള്ള രണ്ട് ഫോഴ്സുകൾ ഏതൊക്കെ? ഇപ്പം എം ജി സൈൻ തീറ്റ എഫ്, ഈ താഴോട്ട് ഉദ്ദേശിക്കുന്ന ഇൻക്ലൈൻഡ് പ്ലെയിനിൽ താഴോട്ടെന്നുള്ളതാണ്. എം ജി സൈൻ തീറ്റ പ്ലസ് എഫ്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോഴ്സ് മിനിമം കൊടുത്താലല്ലേ ഉള്ളൂ നമുക്കതിനെ മുകളിലോട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൊടുക്കേണ്ട ഫോഴ്സ് ഏതാ? F1 ആണ്. ആ F1 കൊണ്ട് ഇവൻ ജസ്റ്റ് മുകളിലോട്ട് മൂവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ F1 ഈ രണ്ട് ഫോഴ്സുകളുടെ സമ്മിന് എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് F1 ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ പ്ലസ് എന്ത്? എഫ്. വാട്ട് ഈസ് ദിസ്? എഫ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്ക് അവസാനം ഫ്രിക്ഷണൽ ഫോഴ്സ് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ദി ഇക്വേഷൻ നമ്പർ 1. അടുത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത കേസ് എന്ന് പറയുമ്പം അവൻ താഴോട്ട് മൂവ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യണം, താഴോട്ട് സ്ലൈഡ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യണം. എം ജി സൈൻ തീറ്റ അവനെ താഴോട്ട് സ്ലൈഡ് ചെയ്യാൻ നോക്കുന്നു. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കണം എന്നുള്ളതാണ് സിറ്റുവേഷൻ. നല്ലൊരു സിറ്റുവേഷൻ ആണ്, അല്ലേ? നല്ല രീതിയിൽ അവർ തിരിച്ച് പറഞ്ഞിരിക്കുന്നത്. F2 is the force required to just prevent the block from sliding down. അപ്പോൾ ഇത് സ്ലൈഡിങ് ഡൗണിൻ്റെ കേസാണ്. നേരത്തെ നമ്മൾ മുകളിലോട്ട് മൂവ് ചെയ്യിക്കുമായിരുന്നു, ഇനിയും സ്ലൈഡിങ് ഡൗൺ ആണ്. അപ്പോൾ മൂവ്മെൻറ്റ് ഡൗൺവേർഡ് ആണ്, ടെൻഡൻസി ടു മൂവ് ഡൗൺവേർഡ് ആണ്, അല്ലേ? അപ്പോൾ ടെൻഡൻസി മൂവിങ് ഡൗൺവേർഡ് ആണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലോട്ടാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? ആ മൂവ്മെൻറ്റിനെ ഇംപെൻഡിങ് മോഷനെ തടയുന്ന രീതിയിൽ അത് മുകളിലോട്ടായിരിക്കും. ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ സ്മോൾ എഫ് മുകളിലോട്ട് എടുത്തു. അപ്പോൾ ഇത് ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിലെ നെറ്റ് ഫോഴ്സ് എത്രയാണ്? അത് എം ജി സൈൻ തീറ്റ മൈനസ് എഫ് ആണ്. ആ ഫോഴ്സല്ലേ അതിനെ താഴോട്ട് ഉള്ള മോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ്. അപ്പോൾ F2 എന്നുള്ള രണ്ടാമത്തെ ഫോഴ്സ് ഇതിലിപ്പോൾ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്ര? എം ജി സൈൻ തീറ്റ മൈനസ് എഫ് ആണ്. അതാണ് നമ്മൾ കൊടുക്കേണ്ടത് F2, എങ്കിലല്ലേ അതിൻ്റെ മോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രിക്ഷൻ ഓൾറെഡി എം ജി സൈൻ തീറ്റ എതിർക്കുന്നുണ്ട്, അത് പോരാതെ വരുമ്പോഴുള്ള നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സാണ് ക്വസ്റ്റ്യൻ. അതാണ് F2 തന്നിരിക്കുന്നത്. അപ്പോൾ F2 ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ മൈനസ് എഫ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് താഴോട്ടുള്ള അവൻ്റെ സ്ലൈഡിങ് അല്ലെങ്കിൽ അവൻ്റെ ഒരു മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഫോഴ്സ് F2 ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ മൈനസ് എഫ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. നമുക്ക് F1 മൈനസ് F2. ഞാനിപ്പോൾ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. സോ ജസ്റ്റ് മൈനസ് ചെയ്യാം, വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. F1 മൈനസ് F2. What we get? F1 minus F2, that's equal to mg sin theta minus mg sin theta പോയി. F minus F, F minus F, it become 2F. What is this F? നമ്മൾ സ്മോൾ എഫ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്ത ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ്. വി നോ ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ അറിയാമല്ലോ. അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് mu ഇൻറ്റു n ആണ്. mu into n ആണ്. mu into n ആണ്. That is, the limiting friction F is equal to mu is given. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന് മുമ്പ് n റിയാക്ഷൻ n കൊടുക്കണം. റിയാക്ഷൻ ഫോഴ്സ് നമുക്കറിയാം, അത് എം ജി കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ്, മുകളിലോട്ട് വരും. എം ജി കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് അത് വരിക, അല്ലേ? അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ mu into എം ജി കോസ് തീറ്റ. We know F is equal to mu. What is mu? 0.1. Mass is given 5 kg. G is taken as 10. Then cos angle is 30. Cos 30 root 3 by 2. Okay. നമുക്കിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. What we get? F1 minus F2 2 times friction ആണ്. 0.1 into 5 into 10 into root 3 by 2. Correct? 2 cancel. We get 5.1 into 10, 1 into 1 into 5 root 3. Our answer is 5 root 3 Newton.
നോക്കുമ്പോൾ ഒരു ഓപ്ഷൻ അതിനകത്ത് അങ്ങനെ കാണാനില്ല 5√3 എന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ഓപ്ഷൻ ചിലപ്പം പ്രിൻറ്റിങ് മിസ്റ്റേക്ക് എത്തിയതായിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ നമുക്കൊന്ന് മാറ്റാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അത് 5√3 ന്യൂട്ടൺ ആണ്. സോ വി ടേക്ക് ദി ആൻസർ ആസ് 5√3. ഓപ്ഷൻ 2 ആ ഒരു സംശയം ചെയ്തപ്പോൾ തോന്നിക്കാണും അല്ലേ? ഓക്കെ, അത് കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ തിരുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയ ആൻസറും ഇത് തന്നെയായിരിക്കും, മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇത്ര സിമ്പിളായിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കി. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ഒരു കാരണവശാലും തെറ്റിയല്ല. ആദ്യം നമ്മൾ മുകളിലോട്ട് തന്നെ മൂവ് ചെയ്യിക്കാൻ നോക്കുവാണ്. അപ്പം ജസ്റ്റ് മുകളിലോട്ട് മൂവ് ചെയ്യിക്കുക എന്ന് പറയുമ്പം അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന എത്രയാണോ ഡൗൺവേർഡ് ആയിട്ടുള്ള ഫോഴ്സ് അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഫ്രിക്ഷൻ അപ്പോൾ താഴോട്ടാണ്, കാരണം മുകളിലോട്ടാണ് മൂവ്മെൻറ്റ് നോക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് mg sin θ പ്ലസ് ഫ്രിക്ഷൻ ആ കേസിൽ വന്നത് F1. ഇനി F2 എന്ന് പറഞ്ഞാൽ താഴോട്ട് സ്ലൈഡ് ചെയ്തതിന് പ്രിവെൻറ്റ് ചെയ്യണം. താഴോട്ട് മൂവ് ചെയ്യാൻ നോക്കുന്നു എന്ന് പറയും, ഫ്രിക്ഷൻ താഴോട്ട് എടുക്കണം, മുകളിലോട്ട് എടുക്കണം. mg sin θ താഴോട്ട്, ഫ്രിക്ഷൻ ഇൻക്ലൈൻഡ് സർഫസിൽ മുകളിലോട്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നെറ്റ് ഫോഴ്സ്, അതാണ് F2. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? യെസ്. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വാളിറ്റി ഉള്ള ക്വസ്റ്റൻ ആണ്, എന്നാൽ വലിയ ടഫോ കാര്യമൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എറർ അനാലിസിസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആക്ച്വലി അത് നോക്കിയാൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ ബൈ വാട്ട് പെർസെൻറ്റേജ് വിൽ ദി ഇലിമിനേഷൻ ഓഫ് ദി ലാമ്പ് ഡിക്രീസ്. അപ്പോൾ ലാമ്പിൻ്റെ ഇലിമിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. ഇഫ് ദി കറണ്ട് ഡ്രോപ്സ് ബൈ 20%, അതായത് കറണ്ടിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ഡെൽറ്റ I/I ഇൻറ്റു 100 -20% ആണ്. എന്തുകൊണ്ട് മൈനസ് ഉപയോഗിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിക്രീസസ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മൈനസ് ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ I/I ഈക്വൽ ടു 20/100 ഇറ്റ് ബിക്കം 0.2. Then delta I equal to 0.2I. Delta I എന്ന് പറഞ്ഞാൽ ഉണ്ടായ ചേഞ്ച് ആണ്. ദറ്റ് ഈസ് I dash minus I. I dash minus I. മൈനസ് സൈൻ ഉണ്ടേ. I dash minus I is equal to minus 0.2I. എന്തുകൊണ്ട് മൈനസ് സൈൻ വന്നു? ഡിക്രീസ് ചെയ്യുന്നു. പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. ഇതാണ് അവർ ക്വസ്റ്റനകത്ത് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് വേണമെങ്കിൽ ആ പുതിയ കറണ്ട് എങ്ങോട്ട് എത്തി എന്നുള്ള വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. I dash ഈസ് ഈക്വൽ ടു ഇവിടെ വരുമ്പോൾ പ്ലസ് I വരും, മൈനസ് 0.2I വരും. ദാറ്റ്സ് ഈക്വൽ ടു 0.8I. ദാറ്റ് മീൻസ് ആദ്യം I ആയിരുന്ന കറണ്ട് ഇപ്പോൾ 0.8I ആയി. അപ്പോൾ ഉണ്ടായ ഇലുമിനേഷൻ എന്തുണ്ടായ ചേഞ്ച്, ലാമ്പിൻ്റെ ഇലുമിനേഷനകത്തുണ്ടായ ചേഞ്ച്. ഒരു ലാമ്പിൻ്റെ ഇലുമിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്? പവറാണ്. കറക്റ്റ് അല്ലേ? പവറാണ്. അപ്പോൾ പവറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഇത് അല്ലേ. നമുക്ക് നോക്കാം, പവറിൻ്റെ എക്സ്പ്രഷൻ വെച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. വി നോ ഇലക്ട്രിക് പവർ P is equal to I² ആണ്. P പ്രൊപ്പോർഷണൽ ടു I² ആണ്. ഉടനെ റൂൾ ഉപയോഗിച്ചൊന്നും ചെയ്യാൻ പോയേക്കരുതേ, അതൊക്കെ നമുക്ക് തെറ്റിപ്പോകും. കാരണം റൂൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയും വലിയൊരു 20% ഒക്കെ പറയുമ്പോൾ നമ്മൾ റൂൾ ഉപയോഗിച്ച് തെറ്റിച്ച് കളയും. അത് ഇപ്പം ഓപ്ഷൻ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ അത് നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട് ചില ക്വസ്റ്റനകത്തൊക്കെ. ഇവിടെ നമ്മൾ ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. P പ്രൊപ്പോർഷണൽ ടു I² ആണെങ്കിൽ P ഡാഷ് പ്രൊപ്പോർഷണൽ ടു I'² അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഈസ് ഡെൽറ്റ P/P ഇൻറ്റു 100 ആണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ P ഡാഷ് മൈനസ് P ആണ്, ഡിവൈഡ് ബൈ P ഇൻറ്റു 100. P ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രൊപ്പോർഷണൽ ടു I² ആണ്. P dash proportional to I'² ആണ്. സോ വി ക്യാൻ റീപ്ലേസ് ദിസ് ടേം ബൈ P ഡാഷിൻ്റെ അവിടെ I'². പ്രൊപ്പോർഷണലിറ്റി ആണ്, ഒരേപോലെയാണ് വരുന്നത്, എല്ലാം ക്യാൻസൽ ആയി പോവും. അപ്പോൾ P ഡാഷിൻ്റെ അവിടെ എന്ത് കൊടുത്തു? I'² കൊടുത്തു. മൈനസ് Pയുടെ അവിടെ എന്ത് കൊടുത്തു? I² കൊടുത്തു. താഴെ വീണ്ടും Pയുടെ അവിടെ I² വന്നു ഇൻറ്റു 100. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കോണം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്യാമെന്നുള്ള ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതി കാണിച്ചു. I' എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0.8I ആണ്.
0.8ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 0.64 വരും. 0.8 ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ അത് 0.64 വരും. പിന്നെ ഐ സ്ക്വയർ ഉണ്ട്. മൈനസ് അഗെയിൻ ഐ സ്ക്വയർ ഡിവൈഡ് ബൈ ഐ സ്ക്വയർ ഇൻറ്റു 100. എല്ലാ ടൈമിൽ നിന്ന് ഐ സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 0.64 മൈനസ് 1 വരും ഇൻറ്റു 100 വരും. 1 മൈനസ് 0.64 എന്ന് പറഞ്ഞാൽ അത് 0.36 ആണ്. അപ്പോൾ ഇത് മൈനസ് 36 ആണ് ഇൻറ്റു 100 വരും. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 36%. മൈനസ് സൈൻ എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? പവറിനുണ്ടായ കുറവിനെയാണ്, ഡിക്രീസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ് വൺ? By what percentage will the illumination of the lamp decrease if the current drops? Current drop ചെയ്യുമ്പോഴത്തേക്കും പവറും ഡിക്രീസ് ചെയ്യും. എത്ര പെർസെൻറ്റേജ്? 36% ഡിക്രീസ് ചെയ്യും. സോ ആൻസർ ഈസ് 36, ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 44ലേക്ക് വരാം. നമ്മൾ സാധാരണ നമ്മൾ ക്ലാസ്സിൽ തിയറിയിലൊക്കെ പറയുന്ന സിമ്പിൾ കാര്യമാണ്. ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നമ്മൾ ആ തിയറി കണ്ടുപോയിട്ടില്ല, ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഒന്ന് വായിച്ചു നോക്കിയേക്കാം. ഇഫ് 2 വെക്ടേഴ്സ് എ ആൻഡ് ബി ഹാവിങ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആർ, 2 വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 6 ആണ്. എയുടെ മാഗ്നിറ്റ്യൂഡ് 6 ആണ്, ബിയുടെ മാഗ്നിറ്റ്യൂഡ് 6 ആണ്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റയാണ്. റിസൾട്ടൻ്റ് എങ്ങനെ എഴുതാൻ പറ്റും? റിസൾട്ടൻ്റ് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് പറയുന്നുണ്ട്, എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് പറയുന്നുണ്ട്. അപ്പോൾ എ പ്ലസ് ബി എടുക്കുക, എ മൈനസ് ബി എടുക്കുക. ഞാൻ ആദ്യം എ പ്ലസ് ബി എന്നെടുത്ത് നോക്കാം. അപ്പോൾ എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്, വെക്ടർ എ പ്ലസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് സാധാരണ നമ്മുടെ പാരലോഗ്രാം ലോയിൽ നിന്ന് നമ്മൾ എഴുതി പഠിച്ചു വെച്ചിരിക്കുന്ന റിസൾട്ടൻ്റെ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. മനസ്സിലായോ? അവർ പറയുവാണ് ക്വസ്റ്റിനകത്ത് എയുടെ മാഗ്നിറ്റ്യൂഡായിട്ട് 6 എടുക്കണം, ബിയുടെ മാഗ്നിറ്റ്യൂഡും 6 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എയും ബിയും മാഗ്നിറ്റ്യൂഡ് 6 ആണ്. ദെൻ ഇറ്റ് ബിക്കം 2r സ്ക്വയർ. തീറ്റ ഈസ് തീറ്റ തന്നെ, കോസ് തീറ്റ വന്നു. ദിസ് ഇസ് 2r സ്ക്വയർ, ഇവിടെയും 2r സ്ക്വയർ വരും. 2r സ്ക്വയർ കോമൺ, അത് ഔട്ട് സൈഡിലോട്ട് മാറ്റാം. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ടിനുള്ളിൽ 2r സ്ക്വയർ കോമൺ ഔട്ട് സൈഡിലോട്ട് മാറ്റി ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധാരണ ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് 1 പ്ലസ് കോസ് തീറ്റ. എന്താ 1 പ്ലസ് കോസ് തീറ്റ? 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. സോ വി ക്യാൻ യൂസ് ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഹിയർ. ഇറ്റ് ബിക്കം റൂട്ട് ഓഫ് 2r സ്ക്വയർ ഇൻറ്റു 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. കറക്റ്റ്. 2 ഇൻറ്റു 2 4, 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2 വന്നു. ആർ സ്ക്വയറിൻ്റെ റൂട്ട് 6 ആണ്. കോസ് സ്ക്വയർ തീറ്റ ബൈ 2ൻ്റെ റൂട്ട് കോസ് തീറ്റ ബൈ 2 ആണ്. Now we get the answer 2r cos theta by 2. 2r cos theta by 2. ഓപ്ഷൻ 3 നോക്കിയേ. വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും സം എടുത്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ അത് 2r cos theta by 2. ഓപ്ഷൻ 3 ഈസ് അവർ ആൻസർ. ഇനി എ മൈനസ് ബി നോക്കിക്കഴിഞ്ഞാൽ അത് 2r സൈൻ തീറ്റ ബൈ 2 വരും. 2r സൈൻ തീറ്റ ബൈ 2 എന്ന് ഓപ്ഷൻ ഇല്ല, ഇവിടെ റൂട്ട് 2r എന്നാണ്, തെറ്റിപ്പോയി. ഓപ്ഷൻ 3 ഈസ് അവർ ആൻസർ. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 45ലേക്ക് നമ്മൾ എത്തി. നോക്കാം. ദ മാസ് നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഹാവിങ് റേഡിയസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ 192 ഈസ്. എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? വായിക്കുമ്പോൾ നമ്മൾ ഒന്ന് കൺഫ്യൂഷൻ തോന്നും, പക്ഷേ സിമ്പിളാണ്. മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് ഹാവിങ് റേഡിയസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ 192. 192 പറഞ്ഞിരിക്കുന്നതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് ക്വസ്റ്റ്യനായിട്ട് ആദ്യം ചോദിച്ചിരിക്കുകയാണ്.
നമുക്ക് ചെയ്ത് നോക്കാം. എല്ലാ ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ എക്സ്പ്രഷൻ R ഈസ് ഈക്വൽ ടു R0 a⁻1/3 എന്നൊരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. R0 ഒരു കോൺസ്റ്റൻ്റ് ആണ്, അറിയാമല്ലോ. ഏതാണ്ട് ഒരു ഫെംറ്റോമീറ്റർ റേഞ്ചിൽ വരുന്നൊരു വാല്യൂ ആണ് അവിടെ വരിക. നമുക്ക് ഈ ക്വസ്റ്റിനെ തന്നെ ആവശ്യമില്ല. എ എന്ന് പറയുമ്പോൾ നമ്മുടെ മാസ് നമ്പറാണ്. ആദ്യത്തെ കേസിൽ 192 ആണ്. രണ്ടാമത്തെ കേസിലെ മാസ് നമ്പർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? റേഡിയസ് എന്താന്ന് പറയുന്നത്? റേഡിയസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. R1/R2 ഈക്വൽ ടു A1/A2 all raised to 1/3. കറക്റ്റ് ആണോ? R1/R2 is equal to A1/A2 all raised to 1/3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R1 ആദ്യത്തെ റേഡിയസ് ആണ്. The mass number of a nucleus having radius equal to half of the radius. അപ്പോൾ R2 എന്ന് പറഞ്ഞാൽ R1ൻ്റെ ഹാഫ് ആണ്. So we can write R1/R2 എന്ന് പറഞ്ഞാൽ R1ൻ്റെ ഹാഫ് ആണ്, R1/2 ഈക്വൽ ടു A1 അറിയാം. A1 ആദ്യത്തെ 192 ഡിവൈഡഡ് ബൈ A2. 192 ഡിവൈഡ് ബൈ A2 all raised to 1/3. A2 is the question. Here R1 cancel, then it become 2 raised to cubic root ആണ്. നമുക്ക് ക്യൂബിക് റൂട്ട് ആണ് റൈറ്റ് സൈഡിലുള്ളത്, അത് ഒഴിവാക്കേണ്ട ക്യൂബ് എടുക്കാം. അപ്പോൾ 2 raised to, ഇവിടെ 2 ആണല്ലോ ലെഫ്റ്റ് സൈഡിൽ, 2 raised to 3 വരും. 2 raised to 3 is equal to 192 ഡിവൈഡ് ബൈ A2 വരും. 2 raised to 3 8 ആണ്. So 192, A2 is equal to 192 ഡിവൈഡ് ബൈ 8 വരും. അപ്പോൾ ഇവിടെ എത്ര വരും എന്ന് നോക്കിയേ? 2 വന്നു, ശരിയല്ലേ? 16 ആണ്. പിന്നെ 4 വരും. 24 is our answer. 24 കറക്റ്റ് അല്ലേ? 160, 32, 192, 24 is our answer. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെയാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഇനി നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടി ഒരു പ്രാക്ടീസ് ഉണ്ടാക്കേണ്ടതെന്നുള്ളൊരു ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടും, അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ ന്യൂക്ലിയസിൽ നിന്ന് പോലും നമുക്ക് ചോദിച്ചു വന്നിരിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോവാം. 46ലേക്ക് എത്താം. ദ മാസ് of the moon is 1/144 times the mass of a planet and its diameter is 1/16 1/16 okay, times the diameter of a planet. Okay, if the escape velocity of the planet is v, the escape velocity on the moon will be. ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാം. എസ്കേപ്പ് വെലോസിറ്റിയുടെ ജനറൽ എക്സ്പ്രഷൻ റൂട്ട് 2gm/r അല്ലേ? റൂട്ട് 2gm/r. മാസിൻ്റെ ചേഞ്ച് പറയുന്നുണ്ട്, അതുപോലെ ഡയമീറ്ററിൻ്റെ ചേഞ്ച് പറയുന്നുണ്ട്. ഡയമീറ്റർ ഉണ്ടാകുന്ന അതേ ചേഞ്ച് തന്നെ റേഡിയസിനും ഉണ്ടാവുമല്ലോ, അറിയാമല്ലോ. സോ ഇതാണ് നമ്മുടെ എർത്തിൻ്റെ റേഡിയസ്, എർത്തല്ല പ്ലാനറ്റിൻ്റെ റേഡിയസ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ മൂണിൻ്റെ റേഡിയസ് എഴുതാൻ പോവാണ്. ഞാൻ അതിനെ v' എടുത്തു. റൂട്ട് 2g കോൺസ്റ്റൻറ്റ്. മാസിനുണ്ടായ ചേഞ്ച് നോക്കട്ടെ, 1/144 times. Then the mass of moon, planetന്റെ മാസ് m ആണ്, ഇൻറ്റു 1/144. റേഡിയസിൻ്റെ ചേഞ്ച് നോക്കട്ടെ, ഡയമീറ്റർ 1/16 ആയി, സോ റേഡിയസും 1/16 ആയി. അപ്പോൾ റേഡിയസ് r/16 വരും. r/16 വരും. ഓക്കെ, നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. റൂട്ട് 2gm/144ൻ്റെ റൂട്ട് 12 വന്നു. പിന്നെ 16 ന്യൂമറലോട് വരും. അതിൻ്റെ റൂട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കാം, അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, അല്ലേ? 144 ഇവിടെ എത്ര വരും? 16 വരും. 16ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ അത് 4 വന്നു. 144ൻ്റെ അത് 12 വന്നു. ഇൻറ്റു റൂട്ട് 2gm/r. കറക്റ്റ് അല്ലേ? എന്താ റൂട്ട് 2gm/r? അത് ആദ്യത്തെ പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ആണ്, അത് v ആണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 4/12 1/3 1/3 ടൈംസ് v/3.
Our answer is V by 3. V by 3, option 1. Easy question, option 1. 47 like varam. A small spherical ball of radius r falling through a viscous medium of negligible density. ശ്രദ്ധിക്കണം, negligible density ആണെങ്കിൽ നമുക്ക് അവിടെ ബൊയോൺസി നെഗ്ലക്റ്റ് ചെയ്യാം അല്ലേ. നെഗ്ലിജിബിൾ ഡെൻസിറ്റി ആണ്, ബൊയോൺസി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ആ ഒരു മീഡിയത്തിലൂടെ വരുമ്പം അവിടെ നമുക്ക് വിസ്കസ് ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. അവിടെ ആ ഒരു ഡാമ്പിങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടല്ലോ അല്ലേ, ഡിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഫോഴ്സ്, അത് കൺസിഡർ ചെയ്യണം. സ്റ്റോക്സ് ഫോർമുല ഉപയോഗിച്ചാൽ മതി. എന്തായാലും ബൊയോൺസി അപ്ലൈ ചെയ്യണ്ട. ആ റേഡിയസ് ഉള്ള ഒരു സ്മോൾ സ്പെറിക്കൽ ബോളിൻ്റെ ടെർമിനൽ വെലോസിറ്റി വി ആണെങ്കിൽ 2r റേഡിയസ് ഉള്ളതിൻ്റെ ടെർമിനൽ വെലോസിറ്റി അതേ മീഡിയത്തിൽ എന്തായിരിക്കും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അറിയാമല്ലോ, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുമ്പം ഫോഴ്സ് 0 ആവുമ്പോൾ അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി അല്ലേ. ആ ബോള് താഴോട്ട് ബോളിനെ വരുത്തുന്നത്, അവനെ കൊണ്ടുവരുന്നത് യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡാന്ന് അസ്യൂം ചെയ്താൽ അവൻ്റെ വെയിറ്റ് ഡൗൺവേർഡ് mg അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ നമുക്കറിയാം ഇവൻ താഴോട്ട് മൂവ് ചെയ്യുമ്പം അവന് ഒപ്പോസിങ് ആയിട്ട് ഒരു ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആ വിസ്കസ് ഫോഴ്സ് അത് എഫ് നമുക്കറിയാം 6π∗RV. സ്റ്റോക്സ് ഫോർമുല 6π∗RV. ഈ 6π∗RV ഇൻക്രീസ് ചെയ്ത് ഏതോ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി എത്തുമ്പം അത് വെയിറ്റിന് ഈക്വൽ ആവും അല്ലേ. 6π∗RV ഇൻക്രീസ് ചെയ്ത് വരും. ഏതോ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അത് വെയിറ്റിന് എന്താവും? ഈക്വൽ ആവും. അങ്ങനെ വെയിറ്റിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആവും. അപ്പോൾ 6π∗RV = mg വന്ന നെറ്റ് ഫോഴ്സ് 0, ആക്സലേഷൻ 0, വെലോസിറ്റി കോൺസ്റ്റന്റ്, ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യും. That velocity terminal is equal to mg divided by 6π∗R. m, g, 6π∗, all are constant. In our question, r ആണ് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ vt inversely proportional to r. v1 by v2 equal to r2 by r1. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. v1 എത്രയാ? v1 എത്രയാ? v2 അൺനോൺ ആണ്, കണ്ടുപിടിക്കാൻ പോവാണ്. രണ്ടാമത്തെ റേഡിയസ് 2r, ഫസ്റ്റ് റേഡിയസ് r. Then we get v by v2 equal to 2, then v2 equal to v by 2. v2 equal to v by 2. Which option is correct one? v2 equal to v by 2, option 1. Move to question number 48. A body of mass 2 kg. A body of mass 2 kg begins to move under the action of a time-dependent force. Time-dependent force given by force is given. Vector formula ആണ് ഫോഴ്സ് തന്നിരിക്കുന്നത്. Question is power developed by the force at the time t. t ടൈം കൊണ്ട് അല്ലെ t ടൈമിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വന്ന പവറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു, എനിക്ക് തോന്നുന്നു ഫോഴ്സ് തന്നിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലേക്ക് വന്നൊരു ഇക്വേഷൻ F.V ആണ് അല്ലേ. പവർ ഈസ് ഈക്വൽ ടു F.V. എഫ് വെക്ടർ ഫോമിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ബട്ട് വി ഡോണ്ട് നോ വെലോസിറ്റി. ടി ടൈമിലെ വെലോസിറ്റി വേണം. അതെങ്ങനെ അതിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ചിന്തിച്ചപ്പോഴാണ് ഫോഴ്സ് അറിയാം, മാസ് അറിയാം അല്ലേ. ഫോഴ്സ് അറിയാം, മാസ് അറിയാം. എന്ത് കിട്ടി? ഫോഴ്സ് അറിയാം, മാസ് അറിയാം, ആക്സലേഷൻ കിട്ടി. ആക്സലേഷൻ കിട്ടിയാൽ പിന്നെ വെലോസിറ്റി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആക്സലറേഷൻ കിട്ടി. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സ് ഈസ് ഗിവൺ 60I cap plus 6t² j cap, correct, divided by 60I cap plus 6t² j cap, correct, divided by mass is 2. Then we get the acceleration. Acceleration vector A is equal to 6t divided by 2, that is 3t. 3ti cap plus 3t² j cap. കറക്റ്റ് അല്ലേ? ഡിവൈഡ് ബൈ 2 ഇങ്ങനെയായിട്ട് മാറി.
ഇനി വേണ്ട വെലോസിറ്റി ആണ് അല്ലേ? We know acceleration is equal to dv by dt അല്ലേ? Then dv is equal to a dt. Then integral 0 to v, a body of mass 2 kg begins to move എന്ന് പറഞ്ഞിരിക്കുന്നത്. begins to move. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0-യിൽ നിന്നും അത് മൂവ് ചെയ്ത് വരുന്നു, t ടൈമിലെത്തി. ഓക്കെ, അപ്പോൾ t ടൈമിലെത്തുമ്പോൾ വെലോസിറ്റി വേണം. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to v കൊടുക്കാം, ഒരു കുഴപ്പമില്ല. 0 to v ഇൻ്റഗ്രൽ റൈറ്റ് സൈഡിലെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടൈം തുടക്ക ടൈം 0, ഇപ്പോഴത്തെ ടൈം t. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഡിവൈയുടെ ഇൻ്റഗ്രൽ v വരും, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് v വന്നു. v ഈക്വൽ ടു a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 3t i ക്യാപ് പ്ലസ് 3t സ്ക്വയർ j ക്യാപ് dt. ഇൻ്റഗ്രേറ്റ് ചെയ്യണം 0 to t. ഇനി സ്ട്രൈറ്റ് ആണ്, ഇൻ്റഗ്രേറ്റ് ചെയ്ത ആൻസർ കിട്ടി. ദറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു 3tയുടെ ഇൻ്റഗ്രൽ ആണ്, 3 ഇൻറ്റു tയുടെ ഇൻ്റഗ്രൽ t സ്ക്വയർ ബൈ 2 പ്ലസ് 3t സ്ക്വയർ ആണ്. സോ 3 ഇൻറ്റു t സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ t റേസ് ടു 3 ബൈ 3 ലിമിറ്റ് 0 to t. 3 cancel, then it become 3 by 2t square plus t cube. Upper limit t, it become t cube. Lower limit in a roll on 0 ആയിപ്പോയി. ഓക്കെ, ദിസ് ഈസ് വെലോസിറ്റി. ഒരു കാര്യം നമ്മൾ തെറ്റിച്ച് കളഞ്ഞു, അതായത് നമ്മളവിടെ യൂണിറ്റ് വെക്ടർ കൊടുത്തില്ല. ഇവിടെ ഐ ക്യാപ്പ് ഉണ്ട്, സോ ഇവിടെ നമ്മൾ ഐ ക്യാപ്പ് കൊടുക്കണം അല്ലേ? കറക്റ്റ് യൂണിറ്റ് വെക്ടർ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഐ ക്യാപ്പ് കൊടുത്തു. അതുപോലെ ഇപ്പുറത്ത് നമുക്ക് എന്തുണ്ട്? ജെ ക്യാപ്പ് ഉണ്ട്. ജെ ക്യാപ്പും അവിടെ കൊടുക്കണം അല്ലേ? ജെ ക്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ നമ്മൾ വെലോസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ലിമിറ്റ് കൊടുത്ത് എഴുതുമ്പോൾ വെലോസിറ്റി ബിക്കം 3t സ്ക്വയർ ബൈ 2 ഐ ക്യാപ് പ്ലസ് ടി ക്യൂബ് ജെ ക്യാപ്. വെലോസിറ്റി ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പവർ കണ്ടുപിടിച്ചാലോ? പവറിലേക്ക് പോവാം അല്ലേ? ഓക്കെ, പവർ P is equal to F dot V. Power P is equal to F dot V. P is equal to F dot V. Vector formil F ഉം V യും കയ്യിലുണ്ട്. F is 60 I cap plus 60 square J cap dot. Now we get velocity, that is 3t square by 2 I cap plus t cube j cap. Simple അല്ലേ? I dot i 1, I dot j 0, j dot i 0, j dot j 1. Then it become 60 into 3t square by 2 plus 6t square into t cube. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എഴുതി ശരിയാണോ എന്ന് നോക്കി പോക്കണം. ഇവിടെ 3 വരും അല്ലേ? 3 into 3 9 വരും. 9t സ്ക്വയർ അങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ടോ നോക്കട്ടെ. 9t സ്ക്വയർ, 9t സ്ക്വയർ അല്ല, ടി ക്യൂബ്. ടി സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ്, 9t ക്യൂബ്. 9t ക്യൂബ് ഉണ്ടല്ലോ, ഉണ്ട്. പ്ലസ് 6 ഇൻറ്റു t square into t raised to 3 t raised to 5. We get the answer 9t cube plus 6t raised to 5. 9t cube plus 6t raised to 5. ഉണ്ട്, അത്രയും വാട്ട് ആണ്. ഓപ്ഷൻ 4 കറക്റ്റ്. ഓപ്ഷൻ 4. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 49 സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നോക്കാം. നമ്മൾ ഇലക്ട്രോണിക്സിൽ നിന്ന് കാണുന്ന ക്വസ്റ്റ്യൻസ് ഗേറ്റിൽ നിന്ന് കൂടുതൽ കാണുന്നുണ്ട് അല്ലേ? ഗേറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്, പിന്നെ സെനർ ഡയോഡിൽ നിന്നും ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ദ ഔട്ട്പുട്ട് ഓഫ് ദി ഗിവൺ സർക്യൂട്ട് ഡയഗ്രാം. ഈ ഒരു ഗേറ്റ് കോമ്പിനേഷൻ്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇൻപുട്ടുകൾ നോർമലി നമ്മൾ കൊടുക്കുന്ന പോലെ കൊടുത്ത് നോക്കാം. A0 B0. A0 ഇവിടെ 0 വന്നു, ഇത് B0 ആണ്, ഇത് നോട്ട് ഗേറ്റ് ആണ്, അപ്പോൾ ഇവിടെ 1 വരും
അല്ലേ? ബി നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ 1 വരും. അതുപോലെ ഇവിടുന്ന് ബിയിൽ നിന്നാണ് ഇങ്ങോട്ട് എടുത്ത് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇത് 0 ആയിരിക്കും. എയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരു നോട്ട് ഗേറ്റിലൂടെയാണ്, അപ്പോൾ ഇത് 1 ആവും. ഇൻവേർട്ട് എടുക്കുകയല്ലേ? ഓക്കെ. ഇത് ഏത് ഗേറ്റാ? ഓർ ഗേറ്റ് ആണ്. 0 + 1 0 + 1 അത് 1 ആണ്. 0 + 1 ഇതും ഓർ ഗേറ്റ് ആണ്, 1 ആണ്. അപ്പോൾ ഇത് നോർ ഗേറ്റ് ആണ്. അപ്പോൾ ഓർ ഓപ്പറേഷൻ ആദ്യം എടുക്കാം. 1 + 1 1 ആണ്. 1ൻ്റെ ഇൻവേർട്ട് എടുക്കും, അത് 0 വരും. അപ്പോൾ 0 0 0 0 0 എല്ലാത്തിനകത്തും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ കിട്ടിയില്ല. രണ്ടാമത്തെ കൂടെ നോക്കാം അല്ലേ? ഒന്നാമത്തെ നമുക്ക് എല്ലാ ഓപ്ഷനകത്തും കണ്ടു. അത് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് നോക്കിയെടുക്കുക. എനിക്ക് രണ്ടാമത്തെ നോക്കിയാൽ ഇവിടെ ഡിഫറെൻ്റ് ആണ്, ഇവിടെ സെയിം ആണ്, മൂന്നിടത്ത് സെയിം ആണ്. നോക്കാം എങ്ങനെ വരും നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാം കൊടുത്ത് നോക്കേണ്ടി വരും. അടുത്ത് നോക്കാം. എയ്ക്ക് എന്ത് കൊടുക്കാം? എയ്ക്ക് 1 കൊടുക്കാം. അല്ല പിന്നെ ചെയ്യേണ്ട ഒരു ഗേറ്റ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. നമുക്ക് വാല്യൂ കൊടുത്ത് നോക്കാം, അതാകുമ്പോൾ എളുപ്പം പെട്ടെന്ന് കിട്ടുമല്ലോ. ഓക്കെ. അടുത്ത് എയ്ക്ക് എത്ര കൊടുത്തു? 0 കൊടുത്തു. ബിക്ക് എത്ര കൊടുത്തു? 1 കൊടുത്തു. സോറി, 1ഉം 0യും. അടുത്ത 1ഉം 0യും. എയ്ക്ക് 1 കൊടുത്തു, ബിക്ക് 0 കൊടുത്തു. എ 1 ബി 0. അപ്പോൾ ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ നോട്ട് വരുമ്പോൾ 0 വരും. കറക്റ്റ് അല്ലേ? ഓക്കെ. ബിയിലേക്ക് നേരിട്ട് വരുന്നു, അവിടെ 0 വരും. കറക്റ്റ് അല്ലേ? ശരിക്കും നോക്കുക, ശരിയല്ലേ നോക്കുക. അപ്പോൾ 1 + 1 1 വന്നു. 0 + 0 0 വന്നു. 1 + 0 0 0യുടെ സോറി 1 + 0 1 1 + 0 1 1ൻ്റെ ഇൻവേർട്ട് 0 വരും. അപ്പോൾ അത് 0 ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ 2 അതിൽ നിന്ന് കളഞ്ഞു. ബാക്കി 3 ഓപ്ഷൻ സാധ്യതയുണ്ട്. ബാക്കി 3 ഓപ്ഷനകത്ത് ഡിഫറൻറ്റ് വരുന്ന ലാസ്റ്റ് ഓപ്ഷൻ ഇവിടെ ഇതാണ്. ഒരു കാര്യം ചെയ്യാം, മൂന്നാമത്തെ കൂടെ ചെയ്തേക്കാം, നല്ല കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. 3 നോക്കാം. മൂന്നാമത്തെ നോക്കാം. തേർഡ് 1 0 1 ആണ്. 0 1. അപ്പോൾ ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0. ഇവിടെ നേരിട്ട് വരുന്നു, 0 ആണ്. 0 നേരിട്ട് വന്ന് ഇവിടെ വരുമ്പോൾ നേരിട്ടല്ലോ, നോട്ട് ഗേറ്റിലൂടെയാണ്. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 1 വരും. അപ്പോൾ ഇവിടെ 1 വരും. 1 + 0 ഇപ്പോൾ ചെയ്ത പോലെ തന്നെ 1 + 0 1 ആണ്. 1ൻ്റെ ഇൻവേർട്ട് 0 ആണ്. അപ്പോൾ ഈ 3 ഗേറ്റിലും അപ്പോൾ ഈ ഗേറ്റ് കൂടെ പോയി. ഈ ഒരു ട്രൂത്ത് ടേബിൾ കൊണ്ട് ഒഴിവാക്കാൻ പറ്റി. ഇനി ഇതിൽ ഏതെന്ന് അറിയാൻ വേണ്ടി ലാസ്റ്റ് 1 നോക്കുക. ലാസ്റ്റ് 1 1 1 ആണ്. നോക്കാം. 1 1 ഇവിടെ 1 ഇവിടെ 0 ഇവിടെ 1. ഇത് 1 ഇവിടെ 0 വരും. ഇത് 1 ഇവിടെ വന്നു. അപ്പോൾ ഇവിടെയും 1 വരും. 1 + 1 1 ആണ്. 1ൻ്റെ ഇൻവേർട്ട് എടുക്കുമ്പോൾ 0 വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ. മൂവ് ടു ദി 50. ക്വസ്റ്റ്യൻ നമ്പർ 50. സിമ്പിൾ ക്വസ്റ്റ്യൻ. സാധാരണ യൂണിറ്റ്സ് എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസ് വരും. ഇത് വളരെ ഡയറക്റ്റാണ്, ഒന്നുമില്ല അല്ലേ? കുറച്ച് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളായിരുന്നു, എറേഴ്സിൽ നിന്നായിരുന്നു. ഇത് നേരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡയമെൻഷനാണ്. ഇതിനകത്ത് എ ഇൻറ്റു ബിയുടെ ഡയമെൻഷൻ വേണം അല്ലേ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി എയും ബിയും റിലേറ്റ് ചെയ്യുന്നൊരു ഇക്വേഷൻ ഉണ്ട്. E = b - x² / at, where E, x and t have dimensions of energy, length, time. Then dimension of AB. നോക്കാം. E = b - x² / at. കറക്റ്റ്. അറിയാമല്ലോ, ഒരു ഹോമോജിനിറ്റി പ്രിൻസിപ്പൽ ഐഡിയ നമ്മൾ ഇക്വേഷൻ അത് യൂസ് ചെയ്യുമ്പം ഒരു ഇക്വേഷനകത്ത് മൈനസ് പ്ലസ് സിമ്പിളിൻ്റെ അപ്പുറം ഇപ്പുറം ഡയമെൻഷൻസ് എങ്ങനെയാണ്? സെയിം. അതാണ് ഹോമോജിനിറ്റി. ഇവിടെ ഈ മൈനസ് സിമ്പിൾ ഉണ്ടെങ്കിൽ ബിയുടെ x² ഡയമെൻഷൻ എന്താ? സെയിം ആയിരിക്കണം. ഒരേ ക്വാണ്ടിറ്റികളല്ലേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു ലോജിക്ക് നമുക്ക് കിട്ടി. ആദ്യത്തെ നമ്മുടെ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ബി = ഡയമെൻഷൻ ഓഫ് x². b - x² എന്നല്ല. അപ്പം ഡയമെൻഷൻ ഓഫ് ബി = ഡയമെൻഷൻ ഓഫ് x². എന്താ? x എന്താ? ലെങ്ത് ആണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറയുമ്പോൾ അത് ലെങ്തിൻ്റെ സ്ക്വയർ ആണ്, L² ആണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് കിട്ടി, ബിയുടെ കിട്ടി. ഇനി എയുടെ വേണം. ഇനി നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ. A =
b minus x square by e into t എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു dimension of b minus x square by e into t. Correct അല്ലേ? That is equal to dimension of b എന്ന് പറഞ്ഞാൽ l square ആണ്. dimension of x square എന്ന് പറഞ്ഞാലും l square ആണ്. അപ്പോൾ b minus x square എന്ന് പറഞ്ഞാലും l square ആണ്. b ഏത് ക്വാണ്ടിറ്റി ആണോ അതേ ക്വാണ്ടിറ്റിയാണ് x square. അത് തന്നെയാണ് b minus x square. അങ്ങനെയാണ് b മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ തന്നെയാണ് ഡിവൈഡ് ബൈ എനർജി എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. ഇതല്ലേ എനർജിയുടെ ഡയമെൻഷൻ ഇൻറ്റു ടൈം ടി. കണ്ടോ? എൽ സ്ക്വയർ ക്യാൻസൽ. നോക്കാം. എം ന്യൂമറേറ്റ് ചെല്ലുമ്പോൾ എം റേസ് ടു മൈനസ് 1 ആയി. ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി എന്ന് പറഞ്ഞ് എഴുതിയ ടി റേസ് ടു 1. ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 1 ടി റേസ് ടു മൈനസ് 1 ആണ്. മുകളിൽ ചെല്ലുമ്പോൾ ടി റേസ് ടു 1 ആയി. അപ്പോൾ എം റേസ് ടു മൈനസ് 1 ടി റേസ് ടു 1 കിട്ടി. ശരിയാണോ? ഇനി ചോദിച്ചിരിക്കുന്ന എ ഇൻറ്റു ബി ആണ്. നമുക്കിനി എഴുതി നോക്കാം. എ ഇൻറ്റു ബി. സോ ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു എയുടെ ഇപ്പം നമുക്ക് കിട്ടി എം റേസ് ടു മൈനസ് 1 ടി റേസ് ടു 1 ഇൻറ്റു ബിയുടെ എൽ സ്ക്വയർ ആണ്. സോ എം റേസ് ടു മൈനസ് 1 എൽ സ്ക്വയർ ടി റേസ് ടു 1. എം റേസ് ടു മൈനസ് 1 എൽ സ്ക്വയർ എം റേസ് ടു മൈനസ് 1 എൽ സ്ക്വയർ ടി റേസ് ടു 1. ഓപ്ഷൻ 2 ശരിയല്ലേ എന്ന് നോക്കി. എം റേസ് ടു മൈനസ് 1 ഉണ്ട്, എൽ സ്ക്വയർ ഉണ്ട്, ടി റേസ് ടു 1 ഉണ്ട്. കറക്റ്റ് അല്ലേ? ടി റേസ് ടു 1 ഉണ്ട്. ഓപ്ഷൻ 2 ഈസ് അവർ ആൻസർ. ഓക്കെ, മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 51. സെക്ഷൻ ബിയിലേക്ക് നമ്മൾ വന്നു. സെക്ഷൻ ബിയിൽ 51th ക്വസ്റ്റ്യൻ നോക്കാം. കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 വോൾട്ട് സപ്ലൈ, 2/3 ഓം റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്, പിന്നെ ഒരു കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. ദ പവർ കൺസപ്ഷൻ ആണ്. പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ അല്ലെ വി സ്ക്വയർ ബൈ ആർ. പവർ എടുക്കുക, കണ്ടുപിടിക്കുക. നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം, ഈ സർക്യൂട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. സോൾവ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വോൾട്ട് സപ്ലൈ എന്ന് വരുന്ന കറണ്ട് ഇവിടെ എത്തി അല്ലേ. ഇവിടെ വെച്ചത് സ്പ്ലിറ്റ് ചെയ്ത് പോകും. ആ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന കറണ്ട് ഇതിലൂടെ ഒരു കറണ്ട് വരും, ഇതിലൂടെ ഒരു കറണ്ട് വരും, ഇതിലൂടെയും കറണ്ട് വരും. ശരിയല്ലേ? ഓക്കെ, ശരിയാണല്ലോ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ കറണ്ട് ഇപ്പോൾ ഇവിടുന്ന് വരുന്ന ഈ 2 ഓമിലും കറണ്ട് വരുന്ന കറണ്ട് ഇവിടെ എത്തിയിട്ട് അവരിങ്ങോട്ട് പോകും അല്ലേ. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ വരും, വീണ്ടും അതേ കറണ്ട് തന്നെ ഒഴുകി നമ്മുടെ ബാറ്ററിയിലേക്ക് വരും. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കറണ്ട് ഡിവൈഡിങ് റൂളൊക്കെ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ ക്രിച്ച്ഹോഫിൻ്റെ ഫസ്റ്റ് ലോ ഉപയോഗിച്ച് കറണ്ട് എങ്ങനെ പോകുന്നൊക്കെ നോക്കി കറണ്ടിൻ്റെ വാല്യൂസൊക്കെ നോക്കി വേണമെങ്കിൽ ആലോചിച്ച് നോക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്താ, നമ്മൾ കുറേ പാറ്റേൺസ് ഓഫ് സിമെട്രി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആ സിമെട്രി റൂൾ ഉപയോഗിച്ച് നോക്കി ചെയ്യാമെന്നുള്ളതല്ല. നമ്മൾ എക്സാമിന് വേണ്ടി ഇനി ഇവിടെ എഴുതിയെല്ലാം പോയി കഴിഞ്ഞാൽ സമയം നമുക്ക് കുറേ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ആ സിമെട്രിയുടെ റൂൾ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ, അതായത് ഇവിടെ നിങ്ങൾ കറണ്ട് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, കറണ്ട് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ആ ലൈൻ്റെ 2 സൈഡിലും ഒരു സിമെട്രി ഉണ്ടല്ലേ. അതിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും ഒരു സിമെട്രിക്കൽ സർക്യൂട്ടാണ് അല്ലേ. പിന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് സിമെട്രി എന്നൊക്കെ വേണം നമുക്ക് പറയാം. അങ്ങനെ പെർപെൻഡിക്കുലർ ആക്സിസ് സിമെട്രി എന്നുള്ള ലോജിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇവിടുത്തെ ഒരു മിറർ ഇമേജ് നമുക്ക് ഇപ്പുറത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ക്വാണ്ടിറ്റി, അതായത് കറണ്ട് ഡിവൈഡ് ചെയ്യുന്ന പോലും ആ ഒരു മിറർ ഇമേജിൻ്റെ റൂൾ അനുസരിച്ച് വരുള്ളൂ, മിറർ ഇമേജ് പോലെ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ 2 ഓമിലൂടെ ഇവിടെ എത്തുന്ന കറണ്ട് ഈ 2 ഓമിലൂടെ പോകണം, ഈ 2 ഓമിലൂടെ ഇവിടെ എത്തുന്ന കറണ്ട് ഈ 2 ഓമിലൂടെ പോകണം. മനസ്സിലായോ? നമ്മൾ ചെയ്ത് നോക്കിയാലും കിട്ടും. ഈ ഒരു റൂൾ ഉപയോഗിച്ച് നോക്കും. ഇതിന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ
ഇവിടെ ഇപ്പുറത്തെ സൈഡിൻ്റെ ഒരു മിറർ ഇമേജ് ഇപ്പുറത്ത് വരണം അല്ലേ? ഈ കറണ്ട് ഇങ്ങനെ വരുന്നു, അതേ കറണ്ട് അങ്ങോട്ട് പോകുന്നു അല്ലേ? ഓക്കെ അല്ലേ ചെയ്തിരിക്കുന്നത്? അതുപോലെ ഈ കറണ്ട് ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് ഇങ്ങനെ പോകണം. ഇവിടെ 2 ഓമിന് ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് ഇങ്ങനെ പോകണം. അപ്പോൾ ഇതും സെയിം ആയിരിക്കും, ഇതും സെയിം ആയിരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കറണ്ട് ഇങ്ങനെ പോകുന്നുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ കോണ്ടാക്റ്റ് അങ്ങോട്ട് ഒഴിവാക്കാം. അത് ഇങ്ങനെ വരുന്ന ഈ കറണ്ട് ഇത് ഇങ്ങനെ പോകുന്നു. ഈ 2 ഓമിൽ നിന്ന് വരുന്ന കറണ്ട് ഇങ്ങനെ പോകുന്നു പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷൻ പോലെ നമ്മൾ കാണിക്കുന്നത് മീൻലെസ് ആണ്, അവിടെ അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് അവിടെ കറണ്ട് പോകുന്നത്. സോ നമുക്കവിടെ ഒഴിവാക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് കാണാം, ഈ 2 ഓം എങ്ങനെയാണ്? സീരീസ് ആണ്, അതിന് ഈ 2 ഓം പാരലാണ്. അതുപോലെ തന്നെ ഈ 2 ഓം സീരീസ് ആണ്, അതിന് ഈ 2 ഓം എങ്ങനെയാണ്? പാരലാണ്. ഇനി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആ ഒരു സെക്ഷൻ്റെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 2 ഓം സീരീസ് 4 ഓം വന്നു. 4 ഓമും പിന്നെ അവിടെയുള്ള 2 ഓം പാരലാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് എടുക്കുമ്പോൾ 4 × 2 / 4 + 2 6, 8/6 വരും. ദാറ്റ്സ് ഈക്വൽ ടു 4/3 വരും. അതായത് ഇത്രയും സെക്ഷൻ്റെ റെസിസ്റ്റൻസ് വി ഗെറ്റ് 4/3 ഓം വന്നു. ആ 4/3 ഓമും താഴെയുള്ള ഇതുപോലെ തന്നെയുള്ള ഒരു 4/3 ഓം വരും അല്ലേ? ഇത് 4/3 ഓം ആണെങ്കിൽ ഇതും 4/3 ഓമാണ്. അവരെങ്ങനെയാ? പാരലാ, ശരിയല്ലേ? അപ്പോൾ 4/3 ഓം ഇവിടെയുണ്ട്, ഇതെല്ലാം ചേർന്നൊരു 4/3 ഓം ആണ്. ഇങ്ങോട്ട് വേണം മാറ്റി ഒന്ന് വരച്ച് നോക്കാം. ഇപ്പം നമ്മൾ ആ കോമ്പിനേഷനെ ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്തു, ശരിയല്ലേ? ഇവിടെ ഇത് മൊത്തമുള്ള എത്രയാണ്? 4/3 ഓം ആണ്, ഇതും 4/3 ഓം ആണ്. അവർ രണ്ടുപേരും പാരലാണ്, അറിയാലോ. ഐഡൻറ്റിക്കലി 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് വന്നാൽ എഫക്റ്റീവ് ഹാഫ് ആവും, R/2 ആവും. ഐഡൻറ്റിക്കലി 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് വന്നാൽ എഫക്റ്റീവ് എത്രയാവും? ഹാഫ് ആവും. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ എഫക്റ്റീവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R = 4/3യുടെ ഹാഫ്, 4/6 വന്നു. 4/എത്ര വന്നു? 6 വന്നു. 4/6 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ 2/3 ഓം വന്നു. അപ്പോൾ ഇവർ മൊത്തത്തിൽ ഈ ഒരു കോമ്പിനേഷൻ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് what we get? 2/3 ഓം എന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് പവറിലേക്ക് പോവാം. ആദ്യമായിട്ട് R എഫക്റ്റീവ് മൊത്തത്തിലൊന്ന് എടുക്കാം. ഇവിടെ ഒരാളെ വിട്ടുപോയേക്കല്ല, ഇവിടെ ഒരു 2/3 ഉണ്ട്, ഇത് മൊത്തത്തിലൊരു 2/3 ആണ്. സോ ആ 2/3യും ഈ 2/3യും സീരീസ് ആണ്. 2/3 + 2/3 ദാറ്റ്സ് ഈക്വൽ ടു 4/3. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ദ പവർ P is equal to V²/R എഫക്റ്റീവ് ആണ്. V എത്രയാണ്? 2 വോൾട്ട് ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ 4 വന്നു. 4/4/3 become 3 watt. 4 cancel, we get 3 watt. ഓപ്ഷൻ ഇൻറ്റിജർ ആണ്, നമ്മുടെ ഇൻറ്റിജർ ആൻസർ 3 ആണ് നമ്മുടെ ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിമെട്രിയുടെ ഐഡിയ നമ്മൾ ഉപയോഗിച്ച് ഓർത്തോണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 52ലേക്ക് വരാം. ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു, നോക്കാം. Light from a point source in air falls on a convex curved surface. കോൺവെക്സ് കർവ്ഡ് സർഫസിലാണ് ലൈറ്റ് ഫോൾ ചെയ്യുന്നത്. കോൺവെക്സ് കർവ്ഡ് സർഫസ്. ഓക്കെ, റേഡിയസ് 20 സെൻറ്റിമീറ്റർ. സർഫസിൻ്റെ റേഡിയസ് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. ഇവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu എന്ന് കൊടുക്കുക അല്ലേ, 1.5. ഓക്കെ, if the source is located 100 centimeter from the convex surface. Source is located 100 centimeter. ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഇവിടെയാണ് അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെയാണ്.
The distance is 100 centimeter from convex surface. Okay, the image will be formed at എത്ര സെൻറ്റിമീറ്റർ ആണ്? എവിടെയാണ് സോഴ്സ് ഇരിക്കുന്നത്? എയർ ആണ്. ഇവിടെ ഈ മീഡിയം എയർ ആണ്. അപ്പോൾ എയർ ആവുമ്പോൾ നമുക്കറിയാം നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇമേജ് ഒബ്ജക്റ്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്? നമുക്ക് ആദ്യം ഇമേജ് ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ? mu2 by v മൈനസ് mu1 by u. mu2 by v മൈനസ് mu1 by u ഈക്വൽ ടു mu2 മൈനസ് mu1 by റേഡിയസ് r. ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാവുന്ന കർവ്ഡ് സർഫസിലെ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ mu2 നമുക്കറിയാം 1.5 ആണ്. 1.5 ഡിവൈഡ് ബൈ v നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. മൈനസ് mu1 1 ആണ്. പിന്നെ യുവിൻ്റെ വാല്യൂ കൃത്യമായിട്ട് നമുക്കറിയാം, അത് 100 ആണ്. പക്ഷെ അത് -100 അല്ലേ? അത് -100. സൈൻ കൺവേർഷൻ കൊടുത്തേ, -100 ആണ്. അപ്പോൾ അത് മൈനസ് വരും, മൈനസ് ഇവിടെ പ്ലസ് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? സൈൻ കൺവേർഷൻ കൃത്യമായിട്ട് കൊടുത്തോണേ. mu2 മൈനസ് v1, അപ്പോൾ mu2 1.5 മൈനസ് 1 ഡിവൈഡ് ബൈ റേഡിയസ് പ്ലസ് ആണോ മൈനസ് ആണോ? 20. അത് പ്ലസ്സാണ്. ഇവിടുന്ന് അങ്ങോട്ടല്ലേ? പ്ലസ്സാണ്. ഇവിടെ നിന്നല്ലേ സോഴ്സ് വരുന്നത് അല്ലേ? സോഴ്സ് ഓഫ് ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കൺവേർഷൻ കൊടുത്തപ്പോൾ നമുക്ക് 6 + 20 എടുക്കണം, 20. അപ്പോൾ 1.5 ഡിവൈഡ് ബൈ v ഈക്വൽ ടു 1.5 മൈനസ് 1 0.5 0.5 ഡിവൈഡ് ബൈ 20 0.5 ഡിവൈഡ് ബൈ 20 മൈനസ് 1/100 എത്ര വരും? 0.5 ഡിവൈഡ് ബൈ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/2 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. ബൈ ഒരു 10 വരുന്നുണ്ട്. പിന്നെ നമുക്ക് 0.5 ആയിരുന്നു അല്ലേ? ഡെസിമൽ പ്ലേസ് ആയി കൃത്യമായിട്ട് മാറ്റി കഴിഞ്ഞാൽ വി ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ 20 0.25 വരും. 0.25 മൈനസ് 0.01 വരും. 0.25 മൈനസ് 0.01 വി ഗെറ്റ് 0.015. 0.015. നമുക്ക് വേണ്ടത് വി ആണ്. വി എന്ന് പറയുന്നത് 1.5 ഡിവൈഡ് ബൈ 0.15 ആണ്. 1.5 ഡിവൈഡഡ് ബൈ 0.015 എത്ര കിട്ടും? 100 വരും. വി ഗെറ്റ് 100. അപ്പോൾ നമുക്ക് 1.5 ഡിവൈഡ് ബൈ വി കിട്ടി അല്ലേ? 1.5 ഡിവൈഡ് ബൈ വി ഇസ് ഈക്വൽ ടു 0.015. then v equal to നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് v equal to what we get? v equal to 1.5 divided by 0.015. what we get? 100 centimeter. പ്ലസ് ആണ് 100 centimeter. അപ്പോൾ എവിടെയാണ് ഇമേജ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അത് അങ്ങോട്ടാണ് വരുന്ന ഇമേജ് അല്ലേ? പ്ലസ് 100 centimeter ഇട്ടിരിക്കുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. The image will be formed at dash centimeter from the object ആണ്. ഒബ്ജക്റ്റിൽ നിന്ന് ഇവിടം വരെ 100 ഉണ്ട്. ഇനി ഇവിടുന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും 100 ആണ്. അപ്പോൾ 100 + 100 എത്ര വരും? ഡിസ്റ്റൻസ് 200 വരും. 100 + 100 എത്ര വന്നു? 200 centimeter വന്നു. Our answer is 200. Okay. Move to next one. 53. The magnetic flux phi linked with a closed circuit of resistance 8 ohm varies with the time. Phi തന്നിട്ടുണ്ട്. The induced current in the circuit at t is equal to 2 seconds. ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഈസിയായിട്ട് ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് വേണ്ടത്. അപ്പോൾ അത് ഇൻഡ്യൂസ്ഡ് EMF എഴുതാം. ദാറ്റ് ഈസ് d∅/dt മൈനസ് d∅/dt. ഇവിടെ നമുക്ക് മൈനസ് സൈൻ ഒന്ന് കൊടുത്ത് എഴുതി പോയേക്കാം. ആവശ്യമുണ്ടോ ഉപയോഗിച്ചാൽ മതി, അല്ലേ? കുഴപ്പമൊന്നുമില്ല. മൈനസ് ഇൻറ്റു d∅/dt എടുക്കുവാണേ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഫ്ലക്സിനെ.
5t² ഡിഫറൻഷ്യലാണ്. അപ്പോൾ 5 × 2 × t വരും അല്ലേ? കറക്റ്റ് അല്ലേ? മൈനസ് 36t ഡിഫറൻഷ്യൽ 36 വരും. 1 × 0 ആയി പോകും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 10t - 36 വരും. 10t - 36 വരും. അപ്പോൾ എന്ത് കിട്ടി? EMF കിട്ടി. ഇനി കറണ്ടിലേക്ക് പോവാം. We know current I is equal to EMF by resistance. Minus 10t - 36 divided by resistance is 8 ohm. 8 ohm. Correct അല്ലേ? ടൈം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 2 സെക്കൻഡ് ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, then we get I is equal to minus 10 × t യുടെ അവിടെ 2 വന്നു, minus 36 divided by 8. 20 - 36. 20 - 36 minus 16 വരും. മൈനസ് മൈനസും പ്ലസ് വരും. 16/8 equal to 2 ആംപിയർ. എത്ര സിമ്പിളാന്ന് നോക്കി. ഇൻഡക്ഷൻ എന്നുള്ള വലിയൊരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, എന്ത് ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കി. 2 ആംപിയർ. സോ our answer is 2 ആംപിയർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് മോഷൻ നമ്മൾ ചെയ്യുന്ന ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വീണ്ടും ഒരു കൺസ്ട്രൈൻഡ് മൂവ്മെൻ്റ് ആണ്, പക്ഷേ സിമ്പിളാണ്. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. 54. 2 blocks masses 2 kg 4 kg connected by a metal wire going over a smooth pulley as shown. The radius of the wire is given. ഈ കണക്ട് ചെയ്തിരിക്കുന്ന വയറിൻ്റെ റേഡിയസ് അറിയാം. ആൻഡ് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അത് ΔL/L ആണ്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അത് തന്നിട്ടുണ്ട്. അതിനകത്ത് ആൽഫ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. നോക്കാം, നമുക്ക് പ്രയാസമില്ല. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ യങ്സ് മോഡുലസിൻ്റെ എക്സ്പ്രഷൻ നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ. യങ്സ് മോഡുലസ് y is equal to we know FL/A ΔL അല്ലേ? അതിനകത്ത് വേണ്ടത് ΔL/L ആണ് വേണ്ടത്. അപ്പോൾ ഈ ΔL/L വേണമെന്നുണ്ടെങ്കിൽ നോക്കിയേ, ΔL/L വേണമെന്നുണ്ടെങ്കിൽ F/AY എടുക്കണം അല്ലേ? ശരിയാണോ നോക്കിയേ? ശരിയാണല്ലേ? ഓക്കെ, F/AY എടുക്കണം. അപ്പം അതിനകത്ത് നമുക്ക് y തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് ഗിവൺ. ആൻഡ് ഏരിയ കണ്ടുപിടിക്കാം. ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, അത് റേഡിയസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേണ്ട F ആണ്. F എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്ട്രിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷനാണ്. അപ്പോൾ സ്ട്രിങ്ങിലെ ടെൻഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് ജസ്റ്റ് നോക്കാം. വെയിറ്റ് mg ഇവിടെ താഴോട്ട് അല്ലേ? അതുപോലെ വെയിറ്റ് mg ഇവിടെ താഴോട്ട്. ടെൻഷൻ മാർക്ക് ചെയ്യാം. ടെൻഷൻ നമുക്ക് ഇവിടെ ടെൻഷൻ ഇവിടുത്തെ ഈവൻ്റെ മാസിൽ നമ്മൾ ടെൻഷൻ കാണിക്കുന്ന മുകളിലോട്ട്, ഇവിടെ ടെൻഷൻ മുകളിലോട്ട്. ആ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. അതൊരു കാര്യം ചെയ്യാം, ആരെങ്കിലും ഒരാളുടെ മൂവ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ആ കോമൺ ആക്സലറേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ കോമൺ ആക്സലറേഷൻ നമുക്കറിയാം. സിസ്റ്റത്തിൻ്റെ കോമൺ ആക്സലറേഷൻ ഇവിടെ ഇങ്ങനെ താഴോട്ടായിരിക്കും, ഇവിടെ അത് മുകളിലോട്ടായിരിക്കും. ഞാൻ ഈ കോമൺ ആക്സലറേഷൻ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സിസ്റ്റത്തിൻ്റെ കോമൺ ആക്സലറേഷൻ A is equal to എത്രയാണ്? ടോട്ടൽ പുള്ളിങ് ഫോഴ്സ് 4 - 4 അല്ലേ? 4 - 2 × G, M1G - M2G അത്രേ ഉള്ളൂ. അപ്പോൾ 4 - 2 × G. G എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ മാസ് എത്ര പുള്ളി ചെയ്യുന്നത്? 4 + 2 6. ദിസ് ഈസ് ഈക്വൽ ടു 20/6. 20/6 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 20 അല്ലേ? അപ്പോൾ അത് 10/3 വരും. 2 കൊണ്ടാകുമ്പോൾ അത് 10/3 വരും. അപ്പോൾ വി ഗെറ്റ് ദി കോമൺ ആക്സലറേഷൻ. ബട്ട് വി ഗെറ്റ് 10/3 കോമൺ ആക്സലറേഷൻ കിട്ടി. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി ആക്സലറേഷൻ 10/3 ആണ്. നമുക്ക് അതിൽ നിന്നും ഇവിടെ ഇവൻ്റെ മോഷൻ ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇവൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പം ഫോഴ്സ് ഈസ് ഈക്വൽ ടു 4 × ആക്സലറേഷൻ അല്ലേ? ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 4 × ആക്സലറേഷൻ. 4 × ശരിയല്ല ഞാൻ എഴുതുന്നത്? ഓക്കെ. അല്ലെ MA ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു അവൻ്റെ ആക്സലറേഷൻ. അതിലെ ഫോഴ്സ് MA ഈസ് ഈക്വൽ ടു mg
minus tension, mg minus tension. Then tension കിട്ടി. Tension T is equal to mg minus ma. mg നമുക്കറിയാം 4 into 10 ആണ്, 40 ആണ്, മൈനസ് m 4 into acceleration now we know 10/3 ആണ്. അപ്പോൾ this is equal to 40 into 1 minus 1/3 വരും. 40 into 1 minus 1/3 വരും. കറക്റ്റ് അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 40 into 3 minus 1 to 2/3 വരും. ദാറ്റ്സ് ഈക്വൽ ടു 80/3 വന്നു. ടെൻഷൻ നമുക്ക് എത്ര കിട്ടി? 80/3 കിട്ടി. ആ ടെൻഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടെൻഷൻ എടുത്ത എല്ലാം ശരിയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നോക്കിക്കേ, എല്ലാം ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ. Then we can write delta L by L equal to 80/3 into area pi r square. R എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് r റേഡിയസ്. 4ന്റെ സ്ക്വയർ 16, 10 raised to minus 5ന്റെ സ്ക്വയർ 10 raised to minus 10 വരും. പിന്നെ യങ്സ് മോഡുലസ് വേണം. യങ്സ് മോഡുലസിൻ്റെ വാല്യൂ 2 into 10 raised to 11 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 10 raised to 11. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഇതിനകത്ത് നമുക്ക് കട്ട് ചെയ്യാവുന്ന വെച്ച് കഴിഞ്ഞാൽ 2 80 ഇവിടെ 40 വന്നു. വേണമെങ്കിൽ 40 ഇവിടെ 16, ഒരു 10 കട്ട് ഇവിടെ 10 വന്നു. 10 raised to 10, 10 raised to minus 10 ക്യാൻസൽ ആയിപ്പോയി. 4ഉം 16ഉം കട്ട് ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു 1 by താഴെ ഒരു 4 വരും. 4 into 3 12 വരും. 12 pi എന്ന് കിട്ടി. അപ്പോൾ വി ഗെറ്റ് ദ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു 1 by 12 pi എന്ന് വന്നു. 1 by 12 pi is equal to, given that 1 by alpha pi, then we get alpha is equal to 12. So our integer answer is 12. 54 answer എത്ര കിട്ടി? 12 കിട്ടി. Move to the next question. Question number 55. നോക്കാം. A body of mass m is projected with a speed u, making an angle of 45 degree with the ground. The angular momentum of the body about the point of projection. Point of projection about ആയിട്ടുള്ള ആംഗുലാർ മൊമെൻറ്റം വേണം. എവിടെ എത്തുമ്പോഴാണ്? ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ആംഗുലാർ മൊമെൻറ്റം ആണ്. സിമ്പിളാണ്. നമ്മൾ ബോഡീനെ എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്യുന്നു ഫ്രം ദി ഗ്രൗണ്ട്. പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റി യു ആയിട്ട് എടുക്കാം. ആ വെലോസിറ്റി ഹൊറിസോണ്ടലായിട്ട് മേക്കുന്ന ആംഗിൾ തീറ്റ. ആ 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവനൊരു പരാബോളിക് പാത്തിൽ ഇങ്ങനെ പോയിട്ട് താഴെ വന്ന് സ്ട്രൈക്ക് ചെയ്യും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവൻ്റെ ആംഗുലാർ മൊമെൻറ്റം ആണ്. എബൌട്ട് ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ഇവൻ്റെ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കണം. അവൻ എവിടെ എത്തുമ്പം? ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ. വീണോ അവൻ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പം അവൻ്റെ വെലോസിറ്റി ഹൊറിസോണ്ടൽ കമ്പോണൻ്റേ ഉള്ളൂ. അത് യു കോസ് തീറ്റയാണ്. അന്നേരമുള്ള അവൻ്റെ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എം ഇൻറ്റു യു കോസ് തീറ്റയാണ് അല്ലേ? ഇത് ലീനിയർ മൊമെൻ്റമാണ്. എം ഇൻറ്റു യു കോസ് തീറ്റ. നമുക്ക് വേണ്ട ആംഗുലാർ മൊമെൻ്റം ആണ്. ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് ദിസ് പോയിന്റ് ഒ ആണ് വേണ്ടത് അല്ലേ? അപ്പം നമ്മൾ ആംഗുലാർ മൊമെൻറ്റം ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് പി ആണ്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ അത് ആർ ക്രോസ് പി ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ ഇൻറ്റു പി ആണ്. ആർ സൈൻ തീറ്റ ഇൻറ്റു പി. ആ തീറ്റ ഈ തീറ്റ അല്ല കേട്ടോ, അറിയാമല്ലോ. അത് ആറിനും പിക്കും ഇടയ്ക്കുള്ള ആംഗിൾ. ആറിനും പിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ്. ഇതാണ് ആർ എന്നുള്ള വെക്റ്റർ, ഇതാണ് പി എന്നുള്ള വെക്റ്റർ. ആറിനും പിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് ആ തീറ്റ. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഈ ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ആറിൻ്റെ ആ മൊമെൻറ്റത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കമ്പോണൻ്റ് അല്ലേ? അതുകൊണ്ട് അത് മാത്രം എടുത്താൽ മതി. നമ്മൾ ഈ ആംഗുലാർ മൊമെൻറ്റം കാൽക്കുലേഷനകത്ത് നമ്മൾ സിമ്പിളായിട്ട് ഉപയോഗിക്കുമ്പം മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ലീനിയർ മൊമെൻറ്റം ആക്ട് ചെയ്യുന്ന ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ മതി. ലീനിയർ മൊമെൻറ്റം ആക്ട് ചെയ്യുന്ന ലൈൻ എന്ന് പറയുമ്പോൾ വി നോ ദിസ് ഇസ് ദി ഡയറക്ഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അതിലേക്ക് നമ്മുടെ O എന്നുള്ള പോയിന്റിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് എടുത്താൽ മതി അല്ലേ?
എഫക്റ്റീവ്ലി അതേ അവിടെ ഉള്ളൂ. ആർ ക്രോസ് പി എന്ന് പറയുമ്പോൾ ആർ സൈൻ തീറ്റ അത് ഇതാണ്, ഈ ആർ സൈൻ തീറ്റ. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഒരു ഡിസ്റ്റൻസും ഈ ഒരു ഡിസ്റ്റൻസും ഈക്വൽ അല്ലേ? എന്താണ് ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? അത് നമ്മുടെ പ്രൊജക്റ്റൈലിൻ്റെ മാക്സിമം ഹൈറ്റാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ആംഗുലാർ മൊമെൻറ്റം എഴുതാം. ആംഗുലാർ മൊമെൻറ്റം L ഈസ് ഈക്വൽ ടു ലീനിയർ മൊമെൻറ്റം P ഇൻറ്റു H എന്ന് എഴുതും. എങ്ങനെ H വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ R എന്നുള്ള ഡിസ്റ്റൻസിൻ്റെ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന മൊമെൻറ്റത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കമ്പോണൻ്റ്. ആർ സൈൻ തീറ്റ എന്നുള്ള ടേമാണ് ഇവിടുത്തെ H. പറഞ്ഞ് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ലീനിയർ മൊമെൻറ്റ് ആംഗുലർ മൊമെൻറ്റ് റിലേഷൻ കൊടുത്താൽ മതി. അത് ആർ ക്രോസ് പി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ആർ സൈൻ ഫൈ. തീറ്റ എടുക്കുന്നില്ല, ഫൈ ഇൻറ്റു പി എന്ന് എടുത്തു. ആർ സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഈ ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ്, അതിവിടെ H ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു ലീനിയർ മൊമെൻറ്റം mu കോസ് തീറ്റ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റിൻ്റെ ഇക്വേഷൻ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m ഇൻറ്റു യു ഇൻറ്റു കോസ് 45 ഡിഗ്രി ആണ് നമ്മുടെ തീറ്റ. കോസ് 45 1/√2 u സ്ക്വയർ ഇൻറ്റു സൈൻ 45 1/√2. 1/2 വരും സ്ക്വയർ ബൈ താഴെ 2g ഉണ്ട് അല്ലേ? നോക്കട്ടെ. അപ്പോൾ m ഉണ്ട്, u ക്യൂബ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 4√2 വരും, g വരും. അവർ തന്നിരിക്കുന്ന ഫോമിൽ മുകളിലൊരു √2 ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലൊരു √2 മൾട്ടിപ്ലൈ ചെയ്യാം, താഴെ ഒരു √2 വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു √2 ടൈംസ് എം യു ക്യൂബ് ഡിവൈഡ് ബൈ √2 ഇൻറ്റു ഈ √2 വരും, 8g എന്ന് വരും. സോ ഇൻ പൊസിഷൻ x we get 8. So our integer answer is 8. സിമ്പിൾ അല്ലേ? 56ലേക്ക് പോകാം. Two circular coils P and Q of 100 turns each have same radius pi. The current in P and R 1 ampere 2 ampere respectively. P and Q are placed with their planes mutually perpendicular with their centers coincide. The resultant magnetic induction at the center of the coil is √x millitesla where x is. സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് കോയിൽ ഇരിക്കുന്നു. അപ്പോൾ രണ്ട് സർക്കുലർ കോയിൽ കൺസിഡർ ചെയ്യാം. ഒരു കോയിൽ ഇങ്ങനെ, അടുത്ത കോയിൽ അതിൻ്റെ പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിങ്ങനെ അസ്യൂം ചെയ്യാം, ഈ കോയിലിലൂടെ ഇങ്ങനൊരു കറണ്ട് ഒഴുകുന്നുണ്ട്, ഈ കോയിലിലൂടെ ഇങ്ങനൊരു കറണ്ട് ഒഴുകുന്നുണ്ട്. രണ്ടുപേരുടെ റേഡിയസ് സെയിം ആണ്. അപ്പം ഞാൻ വരച്ചപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നു, പക്ഷെ അത് ഒന്നിച്ചൊരേപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. വരച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ ഓക്കെ, ഒരേ റേഡിയസ് ആണ്. ഓക്കെ, ഓക്കെ. ഒരാളിൽ കറണ്ട് ഇങ്ങനെ വരുന്നു, മറ്റൊരാളിൽ കറണ്ട് ഇങ്ങനെ പോകുന്നു. സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് വേണം അല്ലേ? റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന കോയിൽ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന കോയിൽ ബോഡിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഇങ്ങോട്ട് വരും. അവൻ്റെ ഫീൽഡ് നേരെ അങ്ങോട്ട് വരും. ഓക്കെ അല്ലേ? ഫീൽഡ് B1. അതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുന്ന പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഒരു കോയിൽ നടുക്കുണ്ടാക്കുന്ന ഫീൽഡ് റൈറ്റ് ഹാൻഡ് റൂൾ, ആ ഫീൽഡ് എങ്ങോട്ട് വരും? മുകളിലോട്ട് വരും. വളരെ സിമ്പിളായിട്ട് മനസ്സിലായി. രണ്ട് കോയിലുകളുടെ പ്ലെയിൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവർ രണ്ടുപേരും സെൻട്രൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻസും പെർപെൻഡിക്കുലറാണ്. അങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വന്ന റിസൾട്ടൻ്റ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ബി നെറ്റ് ഈസ് ഈക്വൽ ടു √B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ. ഇത്രയല്ലേ ഉള്ളൂ. B1 B2 നമുക്കൊന്ന് എഴുതാം. B1 ഈക്വൽ ടു
mu0 I by 2r അല്ലേ സർക്കുലർ ലൂപ്പിൻ്റെ ഫീൽഡ്. ടേൺസിൻ്റെ എണ്ണം രണ്ടിലും 100 ആണ്. ടേൺസിൻ്റെ എണ്ണം പറഞ്ഞ് ടേൺസിൻ്റെ എണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 100 ഇൻറ്റു mu0യുടെ വാല്യൂ കൊടുക്കാൻ പറയുന്നുണ്ട് 4 pi ഇൻറ്റു 10⁻⁻7 ഇൻറ്റു കറണ്ട് ആദ്യത്തിൽ 1 ആംപിയർ ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേഡിയസ് ഈസ് ടേക്കൺ ആസ് പൈ സെൻറ്റിമീറ്റർ ഇൻറ്റു 10⁻². സിമ്പിൾ അല്ലേ? 2 pi ക്യാൻസൽ ആയിപ്പോയി, ഇവിടെ 2 ഉള്ളൂ. 10⁻² ന്യൂമറേറ്റർ ചെല്ലുമ്പോൾ അത് 10⁻² ഇൻറ്റു 10⁻10⁻4 ആയി. ഇവിടെ 10⁻7 ഉണ്ട്. ദെൻ ദിസ് ബിക്കം 2 ഇൻറ്റു 10⁻³ ടെസ്ല. B1 എന്നുള്ള ഫസ്റ്റ് ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അത് സിമ്പിളായിട്ട് കിട്ടി. അത് 2 ഇൻറ്റു 10⁻³ ടെസ്ലയാണ്. B2 നോക്കാം. B2നകത്ത് ടേൺസിന് വ്യത്യാസമില്ല. mu0 4 pi ഇൻറ്റു 10⁻7. കറണ്ടാണ് വ്യത്യാസം. കറണ്ട് എത്രയായി? 2 ആംപിയർ ആയി. 1 ആംപിയറിൽ നിന്ന് 2 ആംപിയറിലേക്കായി. അങ്ങനെയാണ് ഫീൽഡ് ഡബിൾ ആയില്ലേ? ഫീൽഡ് ഡബിൾ ആവും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈ ഇൻറ്റു 10⁻⁻. അതിനൊന്നും മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട. ഫീൽഡ് B2 എന്ന് പറഞ്ഞാൽ B1ൻ്റെ ഡബിൾ ആയി. 2 ഇൻറ്റു 2 4 ഇൻറ്റു 10⁻³ ടെസ്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ B net ഈസ് ഈക്വൽ ടു നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് B1 സ്ക്വയർ 4 ഇൻറ്റു 10⁻⁻6 വരും, പ്ലസ് B2 സ്ക്വയർ 16 ഇൻറ്റു 10⁻⁻6 വരും. 10⁻⁻6 പുറത്തോട്ട് മാറ്റുവാണ്. റൂട്ടിന് പുറത്ത് മാറ്റുമ്പോൾ അത് 10⁻³ ആയി. റൂട്ടിനുള്ളിൽ 4 16 എത്ര വരും? ആഡ് ചെയ്യുമ്പം അത് 20 വരും. റൂട്ട് 20 വരും. റൂട്ട് 20 മില്ലി ടെസ്ല. അപ്പോൾ റൂട്ടിനുള്ളിൽ എക്സ് കൊടുത്തിരിക്കുന്നു. എക്സ് ആയിട്ട് നമുക്ക് എത്ര എടുക്കാം? 20 ഈസ് അവർ ആൻസർ. കറക്റ്റ് അല്ലേ? ഒരു തെറ്റുമില്ല, കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഈസ് 20. ഓക്കെ, മില്ലിയാണ്. 10⁻³ മില്ലിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 57ലേക്ക് പോവാം. എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നോക്കിയേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കേട്ടോ, ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 57. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് ഡൈപോൾ ഉണ്ടല്ലേ, +q -q. ഇതൊരു ഡൈപോളാണ്. -2q + 2q മറ്റൊരു ഡൈപോളാണ്. ഈ ലെങ്ത് 2l ആണ്, ഈ ലെങ്ത് 4l ആണ്. കേട്ടോ, ഇവർ രണ്ടുപേരും ചേർന്ന് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അവർ കാണിച്ചിട്ടുണ്ട്. -α QL/r² ഇൻറ്റു 10⁻⁹. എന്നിട്ട് ആൽഫ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. സിമ്പിൾ അല്ലേ? നമുക്ക് രണ്ട് ഡൈപോൾ ഒന്ന് വരയ്ക്കാം. ആദ്യത്തെ ഡൈപോള് നെഗറ്റീവ് ടു പോസിറ്റീവ് ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട് വരും. ഡൈപോൾ മൊമെന്റ് P1. രണ്ടാമത്തെ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് -2q2 + 2q. അപ്പോൾ അതിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ നേരെ ഇങ്ങോട്ട് വരും. ശരിയാണോ? ആദ്യത്തെ ഡൈപോളിന്റെ മൊമെന്റിനും ആറിനോടേക്കുള്ള ആംഗിൾ ഈ 60 ഡിഗ്രിയാണ്. പക്ഷേ രണ്ടാമത്തെ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റിനും ആറിനോടേക്കുള്ള ആംഗിൾ എത്രയാണ്? ഈ ആംഗിളാണ്. എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ്. മാറിപ്പോയിക്കല്ല, എത്രയാണ്? 120 ഡിഗ്രിയാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞു? ഓക്കെ, ആദ്യത്തെ ഡൈപോളിന്റെ മൊമെന്റ് P1നും ആറിനോടേക്കുള്ള ആംഗിൾ 60 ആണ്. രണ്ടാമത്തെ ഡൈപോളിന്റെ മൊമെന്റിനും ആറിനോടേക്കുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. അറിയാലോ ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാൻ. 1 ഓഫ് ദി ചാർജ് ഇൻറ്റു ലെങ്ത്. അപ്പോൾ ആദ്യത്തെ ഡൈപോളിന്റെ Q ഇൻറ്റു ലെങ്ത് 2l. രണ്ടാമത്തെ ഡൈപോളിന്റെ ആകുമ്പോൾ P2 1 ഓഫ് ദി ചാർജ് 2q ഇൻറ്റു ലെങ്ത് 4l വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേരെയും പൊട്ടൻഷ്യൽ ഒന്ന് എഴുതാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമുക്ക് ഈ ഒരു അസംഷൻ എടുക്കാം. നമ്മുടെ ഡൈപോൾ ഷോർട്ട് ഡൈപോൾ ആണെന്ന് എടുക്കാം. ആക്ച്വൽ ഡൈപോളിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്താൽ നമ്മുടെ ആൻസർ ഈ രീതി വരുന്നില്ല. ഷോർട്ട് ഡൈപോൾ വെച്ച് ചെയ്താൽ മതി. എന്താ ഒരു ഷോർട്ട് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ? 1/4πε0
P cos theta divided by r square. 1 by 4 pi epsilon 0 P cos theta divided by r square. Actual dipole ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ r square minus a square cos square theta വരും അല്ലേ? ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ദാറ്റ് ഈസ് V is equal to 1 by 4 pi epsilon 0 വാല്യൂ 9 into 10 raised to 9 into P യുടെ വാല്യൂ Q into 12. ആദ്യത്തെ ഡൈപ്പോളിൻ്റെ മൊമെൻ്റ് എഴുതുവാണേ. cos 60 വരും. cos 60 1 by 2 ആണ്. താഴെ r സ്ക്വയറും വരും. 2 ക്യാൻസൽ ആയിപ്പോയി. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ ഒന്ന് എഴുതി നോക്കാം. രണ്ടാമത്തെ ഡൈപ്പോളിൻ്റെ പൊട്ടൻഷ്യൽ 9 into 10 raised to 9 into Q into അവൻ്റെ ലെങ്ത് എടുക്കുമ്പം ചാർജ് എത്ര 2Q ആണല്ലേ? 2Q ഇൻറ്റു അവൻ്റെ ലെങ്ത് എത്രയാണ് 4L ആണ്, ഡിവൈഡ് ബൈ r സ്ക്വയർ. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആംഗിളാണ്. ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ്. cos 120 മൈനസ് 1/2 വരും. ശരിയല്ലേ? ഈ 2ഉം ക്യാൻസലായി. പക്ഷേ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആവും. നെറ്റ് പൊട്ടൻഷ്യൽ വേണം. നെറ്റ് പൊട്ടൻഷ്യൽ V കിട്ടാൻ വേണ്ടി രണ്ടുകൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് നെറ്റ് പൊട്ടൻഷ്യൽ V is equal to, ആഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് 9 into 10 raised to 9 ഉണ്ട്, ഇൻറ്റു Q into L കോമൺ ആണ്, ഡിവൈഡ് ബൈ r സ്ക്വയർ കോമൺ ആണ്. ഇനി ഈ ടൈമിനകത്ത് മിച്ചം 1 ഉള്ളൂ. 1 മൈനസ്, ഇവിടെ മൈനസ് വരുമല്ലോ. പിന്നെ എന്താ ഉള്ളത്? 4 ഉണ്ട്. 1 minus 4 3 ആണ്. സോ വി ഗെറ്റ് ദി ആൻസർ 3 into 9 27 വരും, മൈനസ് വരും. 1 minus 4 അല്ലേ? QL by r square into 10 raised to 9. So in position alpha we get 27. Correct അല്ലേ? 27. So our answer is, integer answer is 27. Okay? Yes. Okay. Two identical two identical spheres ആണ്. Each of mass 2 kg and a radius 50 cm, fixed at the ends of a light rod so that the separation between the center is 150 cm. The moment of inertia of the system about an axis perpendicular to the rod and passing through its middle point x by 20 ആണ്. അതിൻ്റെ വാല്യൂ ഓഫ് x എത്രയാണ് നോക്കാം. നമുക്ക് ആദ്യം ഒരു ലൈറ്റ് റോഡ് കൺസിഡർ ചെയ്യാം. ഈ ലൈറ്റ് റോഡിൻ്റെ രണ്ടറ്റത്തും മാസുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഒരു സ്പിയർ ആണ് ഇവിടെ, സോളിഡ് സ്പിയർ ആണ്. ഇവിടെ ഒരു സോളിഡ് സ്പിയർ ഉണ്ട്. ആ സോളിഡ് സ്പിയറിൻ്റെ മാസ് 2 kg, റേഡിയസ് 50 cm അറിയാം. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദി സെൻറ്റർ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? ഓക്കെ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി സെൻറ്റർ കിട്ടാൻ വേണ്ടി ഒന്നുമില്ല, നമ്മൾ പാരലാക്സിസ് തിയറി ഉപയോഗിക്കും അല്ലേ? ഇതുവഴിയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വേണമെങ്കിൽ ആദ്യം ഒരാളുടെ നോക്കാം. ഒരാളുടെ സെൻറ്ററിലൂടെ ഇതിന് പാരലായിട്ട് പോകുന്ന ആക്സിസ് എടുത്തു. അതുവഴിയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഈ ഡിസ്റ്റൻസ് അറിയാം. എ എന്നെടുത്തു. ഡിസ്റ്റൻസ് 150 cm ആണ്, എന്ന് വെച്ചാൽ 3/4 മീറ്റർ ആണ് അല്ലേ? ഓക്കെ. ഇതിൻ്റെ റേഡിയസ് അറിയാം. റേഡിയസ് ആർ എത്രയാണ്? 50 cm ആണ്, അഥവാ 1/2 മീറ്റർ ആണ് റേഡിയസ്. അങ്ങനെയാണ് ഒരാളുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അബൌട്ട് ദി സെൻറ്റർ പോയിന്റ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ IC അല്ലേ? വേണ്ട, നമുക്കറിയാം. ഇതുപോലെ ഒരാൾ ഇപ്പുറത്തും ഉണ്ട് എന്ന് പറയുമ്പം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മൊത്തം കിട്ടാൻ വേണ്ടി 2 times എടുത്താൽ മതി. 2 into ഇനി പാരലാക്സിസ് തിയറമാണ്. ഇവൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ അത് 2/5 mr² ആണ്, സോളിഡ് സ്പിയർ, പ്ലസ് m ഇൻറ്റു ഡിസ്റ്റൻസ് എ ആണ്, എയുടെ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 2 into 2/5 into mass is given 2 kg into r 1/2 square m 1/4 plus m 2 kg 3/4 ആണ്, അതിനെ സ്ക്വയർ ചെയ്യണം, 9/16 വരും. ശരിയല്ലേ? അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2 into 4 കട്ട് ചെയ്ത് പോയി 1/5 വരും. കറക്റ്റ് ആണോ?
പ്ലസ് 2 16 8 വന്നു 9/8 വന്നു. തന്നിരിക്കുന്ന x/20 എന്നുള്ള ഫോമിലാണ്. നമുക്ക് അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഇസ് 2/5 പ്ലസ് 18/8 18/8 എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു 2 ആകുമ്പോഴത്തേക്ക് ഇവിടെ 9 വരും, ഇവിടെ 4 വരും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2/5 പ്ലസ് 9/4. നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യാം. 4 into 2 8, 8 plus 45 divided by 20. 53 divided by 20. So x ന്റെ പൊസിഷനിൽ വന്നിരിക്കുന്നത് 53. സിമ്പിൾ അല്ലേ? 58 നമ്മൾ കവർ ചെയ്ത് വന്നു. ഇനി 59ലേക്ക് പോവാം. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. കോമ്പിനേഷൻ ഓഫ് സ്പ്രിങ് ആണ്. അപ്പോൾ 4 സ്പ്രിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ കോമ്പിനേഷൻ്റെ റിസൾട്ടൻ്റ് സ്പ്രിങ് കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കുക. പിന്നെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്, അതിനുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ആൽഫ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. ആദ്യം നോക്കുവാണെങ്കിൽ ഇവർ രണ്ടുപേരും എങ്ങനെയാണ്? പാരലാണ്. ഇത് കെ ആണ്, ഇത് കെ ആണ്. പാരലായിട്ട് വന്നാൽ എത്ര വരും? 2k വരും അല്ലേ? പാരലാണ്, എത്ര വരും? 2k വരും. ഈ 2kയും കെയും എങ്ങനെയാണ്? സീരീസ് ആണ്. അപ്പോൾ 2kയും കെയും സീരീസ് ആണ്. എൻ്റെ എഫക്റ്റീവ് 2k ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ 3k വരും. അറിയാമല്ലോ, റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുക്കണം. പാരലാകുമ്പോൾ അറിയാം. ഓക്കെ, പാരലാണ്, വെറുതെ ആഡ് ചെയ്യുക. സീരീസ് ആണെങ്കിൽ റെസിപ്രോക്കൽ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക അല്ലേ? ഇപ്പോൾ രണ്ടെണ്ണം സീരീസ് ആണ്, നമ്മൾ എന്ത് ചെയ്യും? k1 k2 ബൈ k1 പ്ലസ് k2. ജനറലി പറഞ്ഞാൽ 1/k എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1/k1 പ്ലസ് 1/k2 പ്ലസ് 1/k3 അങ്ങനെ എടുക്കണം. എങ്ങനെയാണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ. പാരലാണെങ്കിലോ സ്പ്രിങ് കോൺസ്റ്റന്റ് വെറുതെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ഇവർ രണ്ടുപേരും പാരലാണ്, 2k എന്ന് എഴുതി. ആ 2kയും കെയും എങ്ങനെയാണ്? സീരീസാണ്. അപ്പോൾ എഫക്റ്റീവിൻ്റെ എക്സ്പ്രഷൻ k എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു അറിയാമല്ലോ, k1 k2 ബൈ k1 പ്ലസ് k2. അങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് 2k ഇൻറ്റു k ബൈ k വന്നു. ദിസ് ഇസ് ഈക്വൽ ടു 2k ബൈ 3 കിട്ടി. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഈ ഒരു സെക്ഷൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 2k ബൈ 3 ആണ് കിട്ടിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ അതിന് പാരലായിട്ടൊരു k ഉണ്ട്. ഇവിടെ 2k ബൈ 3 ഉണ്ട്, ഇവിടെ k ഉണ്ട്. അത് രണ്ടും പാരലാണ്, വെറുതെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഫൈനലി നമുക്ക് k എഫക്റ്റീവ് കിട്ടും. k effective is equal to k plus 2k by 3. എത്ര വരും? k plus 2k by 3. ഇവിടെ 3k വരും, പ്ലസ് 2k 5k ആണ്, 5k by 3. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ടൈം പീരീഡ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഫ്രീക്വൻസി ആണ്, ടൈം പീരീഡ് ആണോ? ടൈം പീരീഡാണ്. വി നോ ടൈം പീരീഡ് t is equal to 2π root m by k. 2π root m by k. k effective എടുക്കണം അല്ലേ? ദാറ്റ് ഈസ് ടൈം പീരീഡ് t is equal to 2π root m, ക്യാപിറ്റൽ M ആണ് മാസ്. k effective, now we know k effective is 5k by 3. 5k by 3 ന്യൂമറലോട്ട് വരും. ഇനി ഇതുകൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് വെറുതെ തെറ്റിച്ച് കളയും കേട്ടോ. അതായത് അവർ ടൈം പീരീഡിനകത്ത് പുറത്ത് പൈ എഴുതിയിട്ടുണ്ട്, നമ്മൾ 2π ആണ് നമ്മുടെ ഇക്വേഷൻ അത് വന്നിരിക്കുന്നത്. നമുക്ക് ആ 2നെയും കൂടെ അകത്തോട്ടൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഈ 2 ഉള്ളിലോട്ട് മാറുമ്പോൾ 2ൻ്റെ സ്ക്വയർ വരും. എത്ര വരും? 3 വരും. 2ൻ്റെ സ്ക്വയർ 4 വരും. 4 ഇൻറ്റു 3 12 വരും. 12 m by 5k. മനസ്സിലായി ഞാൻ പറഞ്ഞേ? 2ൻ്റെ സ്ക്വയർ 4, 4 ഇൻറ്റു 3 12, 12 m by 5k. അവർ ആൻസർ ഈസ് ആൽഫയുടെ പൊസിഷനിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, 12 ആണ്. ഇവിടുന്ന് നിർത്തിയിട്ട് 3 എന്നൊക്കെ പറഞ്ഞാൽ തെറ്റിപ്പോയി കേട്ടോ, ശ്രദ്ധിച്ചോണം. ഇവിടെ പൈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ ആൻസർ ഈസ് 12. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ എത്തി. ഡയറക്റ്റ് ആണ്, വീണ്ടും ന്യൂക്ലിയസിൽ നിന്നൊരു ക്വസ്റ്റൻ ആണ്. നോക്കാം. ക്വസ്റ്റൻ നമ്പർ 60. A nucleus has a mass number A1 and volume V1. Okay. Another nucleus has mass number A2 and volume V2.
റിലേഷൻ ബിറ്റ്വീൻ മാസ് നമ്പർ A2 ആൻഡ് A1, A2 is equal to 4A1 ആണ്. അങ്ങനെ വോളിയത്തിൻ്റെ റേഷ്യോ V2/V1 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അറിയാമല്ലോ, വോളിയം V ഈക്വൽ ടു 4/3 പൈ R³ ആണ് അല്ലേ. R മാസ് നമ്പർ തമ്മിൽ റിലേഷൻ R ഈസ് ഈക്വൽ ടു R0 A⁻1/3 ആണ്. സോ V is equal to 4/3 pi R³ എടുക്കണം. സോ R0³ ഇൻറ്റു A⁻1/3 ക്യൂബ് A വരും. 4/3 pi R0³ കോൺസ്റ്റൻ്റ് ആണ്. സോ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A ആണ്, മാസ് നമ്പറാണ്. അതിൽ നിന്നും നമുക്ക് വളരെ ഡയറക്റ്റായിട്ട് V2/V1 എഴുതാം. എഴുതട്ടെ. V2/V1 equal to A2/A1, directly proportional. A2 is given 4A1, 4A1/A1, it becomes 4. So our answer is 4. Answer is 4. വളരെ സിമ്പിളായിട്ട് കിട്ടി, അതൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ഈസി ക്വസ്റ്റൻ ആണ്. 4 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ 60യുടെ ആൻസർ എത്രയാണ്? 4 ആണ്. അപ്പോൾ എങ്ങനെയുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് തോന്നിയില്ലേ? വളരെ എളുപ്പം എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആയാലും വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ നല്ലോണം ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് നോക്കുക. മുന്നോട്ടുള്ള പരീക്ഷ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, താങ്ക് യു. യെസ്.